Hello all, welcome to iPTS'24 Polity 2 discussion. So Polity 2 paper ഞാൻ ആ പേപ്പറിൽ കൂടി ഒന്ന് പോയി. എനിക്ക് മനസ്സിലായത് ഇതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പേപ്പറല്ല, എന്നാൽ ഒരുപാട് ഈസിയും അല്ല. അത്യാവശ്യം ഒരു ബേസ് നോളജ് ഉണ്ടെങ്കിൽ, ബേസ് നോളജ് ഉള്ള ഒരാൾക്ക് അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഗസ്സിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കോർ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറാണ്. ഓക്കെ, ഒരു ബാലൻസ്ഡ് പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഡിസ്കഷനിൽ നിങ്ങൾ എന്താണ് കണ്ടൻറ് എന്നുള്ളതിനേക്കാളും കൂടുതൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഷൻ കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സീനിയർ അഡ്വക്കേറ്റ്സ്. സീനിയർ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സസിലൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സീനിയർ അഡ്വക്കേറ്റ് ഷാൽ നോട്ട് അപ്പിയർ വിത്തൗട്ട് ആൻ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഇൻ സുപ്രീം കോർട്ട്. ഇതെന്തായാലും ഒബ്വിയസ്ലി ട്രൂ ആണ്. പഠിക്കാത്ത ഒരാൾക്കാണെങ്കിലും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് വേണം എന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റും. സീനിയർ അഡ്വക്കേറ്റ്സ് യൂഷ്വലി ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ഡ്രാഫ്റ്റ് പ്ലീഡിങ്സ് ആൻഡ് എഫിഡവിറ്റ്സ് ഇൻ കോർട്ട്സ് ഓർ ട്രൈബ്യൂണൽ. അവർ യൂഷ്വലി എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്കൊരു ജൂനിയർ വേണം. ആ ജൂനിയറിനെ വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അഫിഡവിറ്റ്സും അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ പ്ലീഡിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഓൾദോ യൂഷ്വലി വരുമ്പോൾ ശരിയാവാറുണ്ട്, പക്ഷേ ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദി കമ്മിറ്റി ഫോർ ഡെസിഗ്നേഷൻ ഓഫ് സീനിയർ അഡ്വക്കേറ്റ്സ് ഇസ് ഹെഡഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പം നമുക്കറിയാം സീനിയർ അഡ്വക്കേറ്റ്സിനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സുപ്രീം കോർട്ടിൽ, സുപ്രീം കോർട്ടിൻ്റെ തന്നെ ഫുൾ കോർട്ടാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട്സിലും അവരെന്ത് ചെയ്യാറുണ്ട്, സീനിയർ അഡ്വക്കേറ്റ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു ഗസ് വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദി കമ്മിറ്റി ഫോർ ഡെസിഗ്നേഷൻ ഓഫ് സീനിയർ അഡ്വക്കേറ്റ്സ്, അതെന്ത് ചെയ്യാൻ പറ്റും, ചീഫ് ജസ്റ്റിസ് ആണ് അതിനെ ഹെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. സോ ഇന്ദിരാ ജയ്സിംഗ് കേസിലാണ് സുപ്രീം കോർട്ട് എന്ത് ചെയ്തത്, സീനിയർ അഡ്വക്കേറ്റ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതിലൊരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ സംസാരിച്ചത്. റീസെൻ്റ്ലി സീനിയർ അഡ്വക്കേറ്റ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ സുപ്രീം കോർട്ട് ലൈറ്റായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ ഹിയർ to the question number 1 is C. 1 and 3. Moving on to the second question. Consider the following statements regarding transfer of High Court judges. High Court judges ട്രാൻസ്ഫറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? According to the Constitution of India, the President can transfer a judge from one High Court to another High Court after consulting the Chief Justice of India. നമുക്കറിയാം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇത് തെറ്റല്ല. കാരണം എന്തുകൊണ്ടാണ്, ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് 4 ജഡ്ജസ് കൊളീജിയം. ആ കൊളീജിയത്തിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രസിഡൻറ്റിന് അഡ്വൈസ് കൊടുക്കേണ്ടത്. അതിൻ്റെ ബേസിസിലാണ് പ്രസിഡൻറ്റ് ആക്ട് ചെയ്യേണ്ടത് എന്ന് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജസ് കേസിൽ സുപ്രീം കോർട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് the president can transfer one judge from one high court to another high court after consulting the chief justice of India. ശരി തന്നെയാണ്. ജഡ്ജസ് കേസിൽ ഇതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയാണ് കൊണ്ടുവന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല, അത് തെറ്റല്ല. മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ ദ ചാലഞ്ച് ടു ദ ഓർഡർ ഓഫ് ട്രാൻസ്ഫർ ക്യാൻ ബി മെയ്ഡ് ഓൺലി അറ്റ് ദി ഇൻസ്റ്റൻസ് ഓഫ് ട്രാൻസ്ഫേർഡ് ജഡ്ജ് ഹിംസെൽഫ്. ട്രാൻസ്ഫേർഡ് ജഡ്ജ് ആണ് ഇത് ശരിക്കും ഇതിനെ ചാലഞ്ച് ചെയ്യേണ്ടത്, വേറൊരാളുമല്ല എന്നുള്ളത് പറയുന്നുണ്ട്. സോ ഇത് ശരിക്കും സുപ്രീം കോർട്ട് ഒരു കേസിലാണ് സുപ്രീം കോർട്ട് ഇത് ക്ലാരിറ്റി കൊണ്ടുവന്നത്. മദ്രാസ് ഹൈക്കോർട്ട് 2019 സുപ്രീം കോർട്ട് ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത്. ലേറ്റർ ഓൺ ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ സുപ്രീം കോർട്ടും ഇതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ട്രാൻസ്ഫറിനെ ചാലഞ്ച് ചെയ്യേണ്ടത്. ഇത് നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും മോസ്റ്റ്ലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് ഗസ് ചെയ്യാം. ആർക്കെതിരെയാണോ ആ ഒരു ട്രാൻസ്ഫർ വന്നിട്ടുള്ളത് അവർ തന്നെയായിരിക്കും ഇതിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കാൻ പറ്റും. സോ ദ ആൻസർ ഹിയർ ഇസ് സി. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്, Governor can pardon, reprieve, respite, remit, suspend or commute the punishment or sentence of any person convicted of any offence under state law. ശരിയാണ്. സ്റ്റേറ്റ് ലോയിലാണ് എന്തുള്ളത്, ഗവർണർക്ക് ഈ അധികാരങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ദ ഗവർണർ കനോട്ട് പാർഡൻ എ ഡെത്ത് സെൻറ്റൻസ്. അത് നമുക്കറിയാം.
ഇനി അടുത്തത്, ഈവൻ ഇഫ് എ സ്റ്റേറ്റ് ലോ പ്രിസ്ക്രൈബ്സ് ഫോർ ഡെത്ത് സെൻറ്റൻസ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ പവർ ടു ഗ്രാൻഡ് പാർഡൺ ലൈസ് വിത്ത് ദി പ്രസിഡൻറ്റ് ആൻഡ് നോട്ട് ഗവർണർ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ഇൻഡിപെൻഡൻ്റ്ലി കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് നോട്ട് ദി എക്സ്പ്ലനേഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് 1. അതുകൊണ്ട് തന്നെ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, which among the following events is constitutional with respect to Article 2 of the Indian Constitution? ആർട്ടിക്കിൾ 2-ൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ആണോ അതോ പുറത്ത് നിന്നുള്ള പുറത്ത് നിന്നുള്ള ടെറിട്ടറീസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 1ഉം 2ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പോൾ അത് കുറച്ച് ക്ലാരിറ്റിയോടെ നമ്മൾ മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 2 പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ഓർ അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാതെ പുറത്തു നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 2-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ വരുന്നത് ഏതാണ് ശരിക്കും? അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇൻ്റഗ്രേഷൻ ഓഫ് സിക്കിം ടു ഇന്ത്യൻ യൂണിയൻ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഇത് ആബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ആണ്. ഇതെന്തായാലും വരില്ല. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ അത് ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ടെറിട്ടറീസ് എന്നുള്ളതും ആർട്ടിക്കിൾ 2 എന്നതിൻ്റെ പരിധിയിലല്ല വരുന്നത്. അത് ആർട്ടിക്കിൾ 3 എന്ന ഭാഗത്താണ് ശരിക്കും എന്ത് പറയുന്നത്, ഈ ഒരു പാർലമെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ സ്റ്റേറ്റ് ഓർ ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ഒക്കെ 3-ലാണ് പ്രധാനമായിട്ടും വരുന്നത്. അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 2-ലാണ് ശരിക്കും വരുന്നത്. ആൻസർ ഹിയർ ഇസ് ബോക്സ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആൻ ഇൻഡിവിജ്വൽ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് നോ പവർ ടു റിജക്റ്റ് ദി അഡ്വൈസ് ഓഫ് UPSC. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഇൻഡിവിജ്വൽ മിനിസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ UPSC റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ക്യാൻ ആക്ച്വലി ഇഫ് ഇറ്റ് വാണ്ട്സ് ഇറ്റ് ക്യാൻ റിജക്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് UPSC ഈസ് നോട്ട്, റെക്കമെൻഡേഷൻസ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ്. അത് ഓർക്കുക. ഇനി UPSC പ്രസൻസ് ആൻ ആനുവൽ റിപ്പോർട്ട് ദ പാർലമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനുവൽ റിപ്പോർട്ട് കണ്ടതുകൊണ്ട് ചാടിക്കേറി കുത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് തെറ്റും. ഇത് തെറ്റാണ്. പാർലമെൻറ്റ് അല്ല സബ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് സബ്മിറ്റഡ് ടു ദി പ്രസിഡന്റ്. അഡീഷണൽ ഫംഗ്ഷൻസ് റിലേറ്റിംഗ് ടു ദ സർവീസ് ഓഫ് ദ യൂണിയൻ ക്യാൻ ബി കൺഫേർഡ് ഓൺ UPSC ബൈ ദ പാർലമെൻറ്റ്. അതിന് കുഴപ്പമില്ല. സർവീസസ് ഓഫ് ദ യൂണിയനെ പറ്റി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഹിയർ ഇസ് 5. ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി സിക്സ്ത് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. What is the principle of stare decisis in the context of Indian legal system? ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ പറയുന്ന സ്റ്റെയർ ഡെസിസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റെയർ ഡെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രാവശ്യം നമ്മൾ ഒരു കാര്യം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അതിനെ പിന്നെ അനാവശ്യമായി ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഇതിനു മുമ്പ് സെറ്റിൽ ചെയ്ത കാര്യങ്ങളെ അതിന് ഒരു ലീഗൽ പ്രസിഡൻ്റ്, ഒരു ലീഗൽ വാല്യൂ ഉണ്ടെന്നുള്ളതാണ് സ്റ്റെയർ ഡെസിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പ്രീവിയസ് ഡിസിഷൻസിനെ ഓവർടേൺ ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. അതല്ല, കാരണം അത് ഒരു റിവ്യൂ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് എംഫസൈസസ് അഡ്ഹിറൻസ് ടു പ്രസിഡൻസ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലീഗൽ കൺസിസ്റ്റൻസി. അതാണ് ശരിക്കും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റെയർ ഡെസിസ് എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ്സ് ജഡ്ജസ് ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് സോൺലി ഓൺ പേഴ്സണൽ ഡിസ്ക്രിഷൻ. നമുക്ക് ഈ ഇത് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ തെറ്റാവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണെന്ന് മനസ്സിലായി. ഇറ്റ് അപ്ലൈസ് ഓൺലി ടു ക്രിമിനൽ കേസസ് ആൻഡ് നോട്ട് ടു സിവിൽ കേസസ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആവാം. അതുപോലെ തന്നെ ഈ എയും സിയും എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. ബിയും ഡിയും തമ്മിലായിരിക്കും നമുക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തന്നെ മോർ ചാൻസസ് ബോക്സ് ആണെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ ടു ദി സെവൻത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അർബൻ ലോക്കൽ ഗവർണൻസ് ബോഡീസ് മേ കണ്ടെയ്ൻ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
കണ്ടോൺമെൻറ്റിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അതുപോലെ നോമിനേറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷനിൽ എന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാം. ടൗൺഷിപ്പിൽ എന്തായാലും ഇല്ല, കാരണം അത് ഓരോ കമ്പനീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള PSUസോ ഒക്കെ ചിലപ്പോൾ അവരുടെ ഒരു വലിയ ഏരിയ വേർ ദർ പീപ്പിൾ ഹു വർക്ക് ഇൻ ദിസ് PSUs അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ പാർട്ട് ഓഫ് ദ PSUs അവരൊക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഏരിയയിലായിരിക്കും ടൗൺഷിപ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 5 തെറ്റാണ്. അപ്പോൾ 5 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ദ ക്വസ്റ്റ്യൻ ഇസ് എന്താണ്, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റിയും ടൗൺ ഏരിയ കമ്മിറ്റിയുമാണ് ഡൗട്ട് വരുന്നത്. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതൊരു നോട്ടിഫിക്കേഷൻ വഴിയാണ് വരുന്നതെന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മളത് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ആൻസർ ബോക്സ് ആണ്. ബോക്സ് ആണ് ആൻസർ 1, 3 and 4. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ പേര് വെച്ചും കൂടി ഗസ് ചെയ്യുക എന്നുള്ളത്. 8th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കടക്കുന്നത്. 8th ക്വസ്റ്റ്യൻ പറയുന്നത് വിത്ത് റെഫറൻസ് ടു 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ ക്രൈറ്റീരിയ ഫോർ ഇൻക്ലൂഷൻ ഓഫ് ലാംഗ്വേജ് ടു 8th ഷെഡ്യൂൾ ഇസ് ഫിക്സ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ പറയുന്നുണ്ട് എങ്ങനെയാണ് 8th ഷെഡ്യൂളിലെ ലാംഗ്വേജസിനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നമ്മൾ പൊളിറ്റിയുടെ ഒരു ഭാഗത്തും അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സിന്ധി ലാംഗ്വേജസ് ആഡഡ് ബൈ 21st അമെൻമെൻറ്റ് ഓഫ് 1967. അത് നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. ഇനി ഓൾ ദ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആർ ലിസ്റ്റഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് നമുക്കറിയാം. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ റെക്കഗ്നേഷൻ ആണ്. അത് കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ അതിൽ എന്താണ് 8th ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ട് വരുന്ന എല്ലാ ലാംഗ്വേജസും നമുക്ക് 8th ഷെഡ്യൂളിലെ ലിസ്റ്റിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് 2 ശരിയാണോ അല്ലയോ നമ്മൾ ഗസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജ് ലേറ്റർ ഓൺ ആഡ് ചെയ്താണ് നമുക്കറിയായിരിക്കും. ഈ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. യൂഷ്വലി ഫാക്ച്വൽ ചോദ്യങ്ങൾ UPSC അങ്ങനെ എന്താണ് തെറ്റായിട്ട് തരാറില്ല. യൂഷ്വലി അങ്ങനെയാണ്, 100% നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ B ആണ് നമുക്ക് കറക്റ്റായിട്ട് വരിക. Moving on to the 9th question. Consider the following statement. Territory of India is a wider expression than Union of India. Territory of India എന്ന് പറയുന്നത് Union of India എന്ന് പറയുന്നതിനേക്കാളും ഒരു ലാർജർ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. കാരണം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും മാത്രമല്ല വരുന്നത്, ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്വയർഡ് ബൈ ദ ഇന്ത്യ ഇൻ ഫ്യൂച്ചർ ഡേറ്റ്, അതും ടെറിട്ടറി എന്നുള്ളൊരു ഡെഫിനേഷനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാളും കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള സാധനമാണ് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദോസ് ഏരിയാസ് വിച്ച് ആർ ഒക്യുപ്പൈഡ് ബൈ ചൈന, പാകിസ്ഥാൻ, വേറെ ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്സ് ഒൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. കാരണം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ ടെറിട്ടറി പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അല്ലെങ്കിൽ ചൈനീസ് ഒക്യുപ്പേഷൻ അക്സൈച്ചിൻ ഇതൊക്കെയും നമുക്ക് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ A. ഇനി in the context of legal aid and justice for all, which constitutional article forms the basis for free legal services to the poor and weaker sections? Free legal services ആർട്ടിക്കിൾ 39A വരുന്നത്. പ്രധാനമായിട്ട് നമ്മളിത് പഠിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കും. എന്താണ് ഇങ്ങനെ ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 39A ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്. സോ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ, ശരി. മൂവിങ് ഓൺ ടു ദി 11th question. Consider the following pairs. റിട്സിനെ പറ്റിയാണ് പറയുന്നത്. റിട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പഠിക്കണം എന്നുള്ളത്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു റിട്സ് ചോദിക്കാറുണ്ട്. ഈസിയാണ്, പഠിക്കുക.
habeas corpus, to inquire into the legality of detention of a person. അത് തന്നെയാണ് to produce the body of letter before the court എന്നുള്ളതാണ് അതിനൊരു അർത്ഥം വരുന്നത്. മെൻഡാമസ് എന്ന് പറയുമ്പോൾ അത് to prevent a person from holding a public office which he or she is not entitled. എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള ഓഫീസ് അല്ല ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ മെൻഡാമസ് അല്ല വരുന്നത്. അവിടെ വരുന്നത് ഏതാണ്? അവിടെ വരുന്നത് കുവോ വാറൻറ്റോ എന്ന് പറയുന്ന എന്താണ് ആർട്ടിക്കിളാണ് എന്ന് പറയുന്ന റിട്ടാണ് അവിടെ ആപ്ലിക്കബിൾ ആണ്. മെൻഡാമസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓർഡർ ചെയ്യുന്ന റിറ്റാണ്, പണിയെടുക്കാൻ പറയുന്ന റിറ്റാണ്. സോ ഇതെന്തായാലും തെറ്റാണ്. പ്രൊഹിബിഷൻ ടു കമ്പൽ എ പബ്ലിക് അതോറിറ്റി ടു പെർഫോം ഇറ്റ്സ് ലീഗൽ ഡ്യൂട്ടീസ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അതല്ല. പ്രൊഹിബിഷൻ ആക്ച്വലി ഇൻഫീരിയർ എന്താണ് റിറ്റ് ജുറിസ്ഡിക്ഷൻ എംപ്ലോയ് ടു പ്രിവെൻറ്റ് ആൻ ഇൻഫീരിയർ കോർട്ട് ഫ്രം അബ്സർപ്ഷൻ ഓഫ് ദി പവർ. അവരുടെ ജുറിസ്ഡിക്ഷൻ അവർ എക്സീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊഹിബിഷൻ ഓർഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലിറ്ററൽ വാക്ക് തന്നെ എടുത്താൽ ആ വാക്കും ഇതുമായിട്ട് ഒരു മാച്ചും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഹിയർ ഇസ് 11A ആണ് ആൻസർ. മൂവിങ് ഓൺ ടു ദ 12th ക്വസ്റ്റ്യൻ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. What is the significance of the term languages to be used in representation for redress of grievances mentioned in Article 350 of the Constitution? Significance of the term. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേം ലാംഗ്വേജസ് ടു ബി യൂസ്ഡ് ഇൻ റിപ്രസെൻറ്റേഷൻ ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്? ആർട്ടിക്കിൾ 350 അത് സുപ്രീം കോർട്ടിൻ്റെ ലാംഗ്വേജ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ റേഞ്ച് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് ശരിയാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഗസ് ചെയ്താൽ മതി. ആർട്ടിക്കിൾ 350 എന്നൊക്കെ പറയുന്നത് ബേസിക്കലി അത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെയും ലാംഗ്വേജസ് ഓഫ് ദി വൾണറബിൾ സെക്ഷൻസിനെയൊക്കെ പറ്റി സംസാരിക്കുന്നത് ആർട്ടിക്കിൾ 350 റേഞ്ച് എന്ന് പറയുന്നത്. സോ ആ ഒരു റേഞ്ച് ഓഫ് ആർട്ടിക്കിൾസിനെ നമുക്കറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് പ്രധാനമായും സംസാരിക്കുന്നത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയൊന്നുമല്ല, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് റിലേറ്റഡ് ടു ലാംഗ്വേജസ് അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. പ്രധാനമായും ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു വ്യക്തി അയാളുടെ ലാംഗ്വേജ് വേറെയാണെന്നുള്ളതിൻ്റെ പേരിൽ അയാളുടെ ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. സോ 12th ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോക്സ് ആണ്. സോ ഞാൻ നിങ്ങളോട് ക്ലാസ്സിലും എപ്പോഴും പറയാറുണ്ട്, എക്സാക്റ്റ് ആർട്ടിക്കിൾസ് അറിഞ്ഞില്ലെങ്കിലും റേഞ്ച് ഓഫ് ആർട്ടിക്കിൾസ് ചെറുതായിട്ട് ഗസ് ചെയ്ത് വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോർട്ടൊക്കെ പ്രധാനമായിട്ടും യൂണിയൻ എന്ന് പറയുന്ന ഭാഗത്തിനടുത്ത് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആർട്ടിക്കിൾസ് ഒരിക്കലും 300-നടുത്ത് വരില്ല. ഇനി അടുത്തത്, സോ മൂവിങ് ഓൺ ടു ദ 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ പറയുന്നത് 102nd അമെൻമെൻറ്റ് ആക്ട് കൺഫേർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അതിനു മുമ്പ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഈ പണിയൊക്കെ എടുത്തിരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഇസ് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു റെഗുലേറ്റ് ഇറ്റ്സ് ഓൺ പ്രൊസീജിയർ. ഇതൊരു ആരെയും ഹാം ചെയ്യാത്ത വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇൻഡിപെൻഡൻ്റ്ലി കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ. Consider the following: State Finance Commission, Metropolitan Planning Committee, District Planning Committee. ഇതിൽ ഏതൊക്കെയാണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റി പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയൊക്കെ പ്രധാനമായും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ പ്ലാനിംഗ് കമ്മിറ്റീസ് ലക്ഷ്യം വയ്ക്കുന്നത്? അത് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അടിയിലുള്ള പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റീസിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ഉള്ളത്. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്സുമായി ഓവർലാപ്പ് വരാം. അത് കുറച്ചും കൂടി ലാർജായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി. അത് രണ്ടും ഡിസ്കസ് ചെയ്യുന്നത് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. 15th question. Consider the following statement with reference to subordinate courts. Subordinate കോർട്ടുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. Chief Judicial Magistrate has the authority to decide criminal cases punishable with imprisonment up to 7 years.
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 7 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻ്റാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെത്ത് പെനാൽറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് സെഷൻസ് കോർട്ടാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്നത് ഹൈറാർക്കിയൽ സ്ട്രക്ചർ പ്ലേസസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബിലോ ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് എംപവറിംഗ് ദം വിത്ത് സ്പെസിഫിക് ക്രിമിനൽ ജുറിസ്ഡിക്ഷൻ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1-ഉം ശരിയാണ്, 2-ഉം ശരിയാണ്. പക്ഷേ ഒന്നൊന്നിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഹിയർ ഇസ് ബോക്സ്. Moving on to the 16th question. With which of the following best describes the relationship between union government and an autonomous district council under 6th schedule? അപ്പോൾ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽസ് വന്നു കഴിഞ്ഞാൽ എന്താണ് യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻ എന്നുള്ളതാണ് ചോദ്യം. ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ല. ഓട്ടോണോമസ് എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതെന്തായാലും ശരിയാവില്ല എന്ന് ഗസ് ചെയ്യാം. ഇനി സൂപ്പർവൈസറി ആൻഡ് ലെജിസ്ലേറ്റീവ് ഗൈഡൻസ്, അങ്ങനെ ലെജിസ്ലേറ്റീവ് ഗൈഡൻസ് ഒന്നും യൂണിയൻ കൊടുക്കില്ല, അപ്പോൾ അതും തെറ്റാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാം. നോ കൺട്രോൾ ആൻഡ് കംപ്ലീറ്റ് ഓട്ടോണമി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രീതിയിലുള്ള കൺട്രോളും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ പ്രധാനമായിട്ടും ഗവർണർക്കൊരു റോളുണ്ട്. പക്ഷേ എന്ന് വെച്ച് യൂണിയൻ ഒരു ഡയറക്റ്റ് കൺട്രോൾ അവിടെ എക്സിബിറ്റും ചെയ്യുന്നില്ല. ഡി സിയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ സി ആവാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. മൂവിങ് ഓൺ ടു ദ 17th question. Consider the following statement with respect to the functions of CBI, Central Bureau of Investigation. It investigates cases of corruption, bribery, misconduct of central government employees. ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കറപ്റ്റ് പ്രാക്ടീസസിനെ പറ്റിയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. CBI കൂടുതലും കൊള്യൂഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ വരുന്ന ബ്രൈബറി അല്ലെങ്കിൽ കറപ്ഷൻ കേസസ് ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറ്. ഇനി ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് കേസസ് റിലേറ്റിംഗ് ടു ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ലോസ്. എക്കണോമിക് ഒഫൻസസ് ഡിവിഷൻ എന്ന് പറയുന്നൊരു ഡിവിഷൻ തന്നെ എന്തുണ്ട്, CBIക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതറിയാമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയായിട്ട് എടുക്കാം. ഇനി ഇറ്റ് ആക്ട്സ് ആസ് ദി നാഷണൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻ്റർപോൾ ഇൻ ഇന്ത്യ. ഇൻ്റർപോളിൻ്റെ ഒരു എന്താണ് നാഷണൽ, അവരുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഇസ് ഡോഗ്. എല്ലാം ശരിയാണ്. നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഡോഗാണ്. നോട്ട് കറക്റ്റ് ശ്രദ്ധിക്കാതെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകരുത്, അത് വളരെ വലിയൊരു ലോസാണ്. 18th question. Consider the following statements regarding Anglo-Indian community. The President can nominate 2 members of Anglo-Indian community of Lok Sabha if they are not adequately represented. See, ഇത് നമ്മൾക്ക് റീസെൻ്റ്ലി വന്ന ചേഞ്ചസിനെ പറ്റി അവയർനെസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 104th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള സീറ്റ് റിസർവേഷൻസ്, നോമിനേറ്റഡ് സീറ്റ്സിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്നത് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് റിക്വയർഡ് ടു ഡിസ്ചാർജ് ഫംഗ്ഷൻസ് റിലേറ്റഡ് ടു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ് ആണ് ശരി ഉത്തരം. മൂവിങ് ഓൺ ടു ദി 19th question. 19th ക്വസ്റ്റിലേക്ക് കടക്കുന്നു. Consider the following statement with reference to cooperative society. The state legislature have the exclusive power to make laws regarding the incorporation, regulation and dissolution of cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുക, അവസാനിപ്പിക്കുക, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. കാരണം ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തന്നെയാണ് തീരുമാനിക്കുക, അൺലെസ് ഇറ്റ് ഇസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അവിടെ പാർലമെൻറ്റിന് റോൾ വരും. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് fall under the concurrent list of the constitution, allowing both center and state legislature to legislate on them. See, ഇത് കൺകറൻറ്റ് ലെജിസ്ലേഷനിലല്ല വരുന്നത്, ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് അണ്ടർ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഭാഗങ്ങൾ റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി സുപ്രീം കോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗങ്ങൾ ആപ്ലിക്കബിൾ ആകൂ. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ്
ആർട്ടിക്കിൾ 368 പ്രകാരം ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സിമ്പിൾ മെജോറിറ്റിയിലും കൂടി അംഗീകരിക്കണം. അങ്ങനെ സ്റ്റേറ്റ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കാതെ പാർലമെൻ്ററി ലെജിസ്ലേഷൻ കൊണ്ട് മാത്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഭാഗം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയത്. അത് ഗസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, അത്രയും നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബി തെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. The applicability of 73rd Constitutional Amendment Act to Union Territories is determined by 73rd Constitutional Amendment Act യൂണിയൻ ടെറിട്ടറീസിൽ അപ്ലിക്കബിൾ ആകുമോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ചാർജ് കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ വരുന്ന 3 എൻറ്റിറ്റീസ് നമുക്ക് വരുമോ ഇല്ലയോ എന്ന് ഡൗട്ട് തോന്നാം. അപ്പോൾ ഇവിടെ പ്രസിഡൻ്റാണ് ആക്ച്വലി, കാരണം പ്രസിഡൻറ്റിൻ്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് യൂണിയൻ ടെറിട്ടറീസ് വരുന്നതെന്നാണ് നമ്മൾ പഠിക്കാറ്. സോ അതുകൊണ്ട് തന്നെ അത് ആപ്ലിക്കബിൾ ആവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആക്ച്വലി ആര് തന്നെയാണ്, പ്രസിഡൻറ്റ് തന്നെയാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 21st question. Consider the following pairs regarding position of high courts having jurisdiction over union territory. അപ്പോൾ ഞാൻ നിങ്ങളോട് ക്ലാസ്സിലും പറയാറുണ്ട്, ഏതൊക്കെയാണ് ഹൈ കോർട്സ് എന്നുള്ളതെല്ലാം എണ്ണി പറക്കി പഠിക്കുന്നതിന് പകരം ലോജിക്കലായിട്ട് ലിസ്റ്റുകൾ അനലൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് ഹൈക്കോർട്ടാണ് ഈ യൂണിയൻ ടെറിട്ടറീസിൻ്റെ അടുത്തോട് ചേർന്ന് നിൽക്കുന്നത് അവിടെയായിരിക്കും ഈ യൂണിയൻ ടെറിട്ടറിയുടെ ഹൈക്കോർട്ടും ഉണ്ടാവുക എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ബോംബെ ഹൈക്കോർട്ട് അത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബോംബെ ഹൈക്കോർട്ട് അടുത്ത് തന്നെയുണ്ട്. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് മദ്രാസ് ഹൈക്കോർട്ട്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്താണ് കൊൽക്കത്ത ഹൈക്കോർട്ടിൻ്റെ അടിയിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി അടുത്ത ലക്ഷദ്വീപാണ് പറഞ്ഞിട്ടുള്ളത്, ലക്ഷദ്വീപ് കേരള ഹൈക്കോർട്ടാണ് അല്ലേ, ലക്ഷദ്വീപ് കേരളമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അത് ശരിയായിട്ട് എടുക്കാം. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. Moving on to the 22nd question. Consider the following statement with respect to all India services. Article 312 of the Constitution empowers the Parliament to create new all India services. ഇവിടെ നമ്മൾ പഠിച്ചത് കൊണ്ട് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്കറിയാം, പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങണമെങ്കിൽ അവിടെ ദി രാജ്യസഭ ക്യാൻ പാസ് എ റെസൊല്യൂഷൻ ബൈ 2/3 മെജോറിറ്റി. ഇപ്പോൾ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസസ് വരുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, അയ്യോ അത് രാജ്യസഭയല്ലേ, പാർലമെൻറ്റിന് അവിടെ ഒരു റോളും ഇല്ല, നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. രാജ്യസഭ റെസൊല്യൂഷൻ പാസ്സാക്കിയാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ പാർലമെൻറ്റ് ഹൂ എസ്റ്റാബ്ലിഷസ് ദി ഓൾ ഇന്ത്യ സർവീസ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്, അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രാജ്യസഭാസ് റെസൊല്യൂഷൻ സപ്പോർട്ടിംഗ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഓൾ ഇന്ത്യ സർവീസ് റിക്വയർസ് എ സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി പോരാ, അതിന് എന്ത് വേണം, 2/3 മെജോറിറ്റിയാണ് വേണ്ടത്, സ്പെഷ്യൽ മെജോറിറ്റി അല്ല, 2/3 മെജോറിറ്റി മതി. സോ ദ ആൻസർ ഹിയർ ഇസ് 22A. മൂവിങ് ഓൺ ടു ദി 23rd question. Consider the following statements regarding special provisions regarding scheduled tribes. Scheduled tribes-inde special provisions-ne പറ്റിയാണ് ചോദ്യം. The Constitution defines the criteria for recognition of scheduled tribes. ഇല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല. ആർട്ടിക്കിൾ 342 ഷെഡ്യൂൾ ട്രൈബ്സിനെ പറ്റി സംസാരിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെന്നൊന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. അത് പിന്നെ ഗ്രാജുവലി ലോക്കൂർ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് ഒരു ക്രൈറ്റീരിയ ഒക്കെ കൊണ്ടുവന്നത്. ഇനി അടുത്തത്, ദ ലിസ്റ്റ് ഓഫ് SC ആൻഡ് ST വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. SC ആൻഡ് ST ലിസ്റ്റിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. ഇനി 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ബൈഫർക്കേറ്റഡ് ദ combined commission to 2 separate bodies. It is speaking about the എന്താണ് നാഷണൽ കമ്മീഷനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഏത് എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് ഡൗട്ട് തോന്നുമെന്ന് എനിക്ക് സംശയമുണ്ട്. 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ശരിക്കും നമ്മളുടെ നാഷണൽ കമ്മീഷൻസിനെ 2ആയി സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവന്നത് 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ്.
Okay, so the answer here is box. 23rd in the answer box ആണ്. Moving on to the next question, 24th question. 24th question പറയുന്നത് consider the following national commissions. National commissions നോക്കാം. National Commission for Scheduled Caste, Women, Human Rights Commission, Protection of Child Rights Minorities. How many of the above given commissions are directly established by the Constitution? ഡയറക്റ്റ്ലി എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആണെന്നറിയാം. ഇത് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഇല്ല. ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണെന്നറിയാം. ഇതും കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്നറിയാം. ഇതും എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. സോ ദ ആൻസർ ഹിയർ ഇസ് 24A. അപ്പോൾ യൂഷ്വലി UPSC നമ്മൾ ഒരുപാട് ഡെപ്തിൽ ഓരോ ബോഡീസിനെ പറ്റി പഠിക്കും. പക്ഷേ UPSC ജനറലി ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് യൂഷ്വലി ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മൂവിങ് ഓൺ ടു ദി 25th question. Consider the following statement. 42nd Amendment Act of 1976 introduced the provision for a second opportunity for a civil servant to make representation against the proposed punishment. 42nd Amendment Act സിവിൽ സർവൻറ്റിന് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി അത്ര ഡെപ്തിൽ അറിയില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം ഗസ് ചെയ്യേണ്ടത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് സിവിൽ റൈറ്റ്സിനെയും അതുപോലെ തന്നെ നമ്മളുടെ സിറ്റിസൺ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സിനെയൊക്കെ കുറച്ചൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്ത എമർജൻസിയുടെ സമയത്ത് വന്നൊരു അമെൻമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ സിവിൽ സർവൻറ്റിന് ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടി കൊടുക്കാനുള്ള ചാൻസ് കുറവാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാവാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് പ്രസൻ്റ്ലി, ഇപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഇതെന്തായാലും ശരിയാണ്. Presently, a civil servant may be punished based on the evidence adduced at the inquiry without a second opportunity for representation of the proposed penalty. ഓക്കെ, എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 കുറച്ച് കൺഫ്യൂസിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ഡോഗായിട്ട് എടുക്കാം. 25ൻ്റെ ആൻസർ ഡോഗായിട്ട് എടുക്കാം. അപ്പോൾ എൻക്വയറിയുടെ സമയത്ത് കിട്ടുന്ന എവിഡൻസിൻ്റെ ബേസിൽ പണിഷ് ചെയ്യാം. അതിൻ്റെ രണ്ടാമതായി അവർക്കൊരു അവർക്കൊരു ഹിയറിങ്ങിനുള്ള അവസരം കൊടുക്കണമെന്ന് ഇല്ല. ഇനി 26th ക്വസ്റ്റ്യൻ ആണ്. Under what circumstances does the Supreme Court here appeals as a matter of right in criminal cases? അപ്പോൾ നമുക്കറിയാം അപ്പീൽസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് സർട്ടിഫിക്കറ്റ്, രണ്ട് ഓൺ ദി ബേസിസ് ഓഫ് റൈറ്റ്. ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇതറിയായിരിക്കും. അപ്പോൾ റൈറ്റ് എന്നുള്ള രീതിയിൽ അധികാരം, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഹൈക്കോർട്ടിൻ്റെ, അതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. വെൻ ഹൈക്കോർട്ട് സർട്ടിഫൈസ്, സർട്ടിഫിക്കറ്റ് വേണ്ട, അപ്പോൾ അത് തെറ്റി. ഇനി വെൻ ദ ഹൈക്കോർട്ട് ഹാസ് റിവേഴ്സ്ഡ് ആൻ ഓർഡർ ഓഫ് അക്വിറ്റാൽ ആൻഡ് സെൻറ്റൻസ് ദ അക്യൂസ് ടു ഡെത്ത്, അക്യൂസിനെ ഡെത്തിലേക്ക് വിധിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു റൈറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. വെൻ ദ ഹൈക്കോർട്ട് ഹാസ് റിവേഴ്സ്ഡ് ആൻ ഓർഡർ ഓഫ് കൺവിക്ഷൻ ആൻഡ് ഓർഡേർഡ് ദ അക്വിറ്റാൽ ഓഫ് ദ അക്യൂസ്ഡ്, അക്വിറ്റാൽ ഓഫ് ദ അക്യൂസ്ഡ് ആണെങ്കിൽ അവിടെ ഒരു റൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഗസ് ചെയ്യാം നമുക്ക്. ഇനി വെൻ ദ ഹൈക്കോർട്ട് ഹാസ് ടേക്കൺ എ കേസ് ഫ്രം എ സബോർഡിനേറ്റ് കോർട്ട് ആൻഡ് കൺവിക്റ്റഡ് ദി അക്യൂസ്ഡ്, ചുമ്മാ കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു റൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബിയും ഡിയും തമ്മിലായിരിക്കും കൺഫ്യൂഷൻ. കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അക്യൂസിനെ ഡെത്ത് പെനാൽറ്റി കൊടുത്തു കഴിഞ്ഞാലായിരിക്കണം അവർക്കൊരു റൈറ്റ് കിട്ടേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. സോ 26ൻ്റെ ആൻസർ ബോക്സ് ആണ്. 27th ക്വസ്റ്റ്യൻ. Consider the following statement. The Constitution grants immunity to the ministers for their official acts. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി ഇങ്ങനെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഒഫീഷ്യലായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മിനിസ്റ്റേഴ്സിന് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് ഒരു ഭാഗത്തും പറയുന്നില്ല. സോ ഇത് തെറ്റാണ്. ഇനി മിനിസ്റ്റേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു കൗണ്ടർ സൈൻ ദി ഒഫീഷ്യൽ ആക്ട്സ് ഓഫ് പ്രസിഡന്റ്. ദേ ആർ നോട്ട് ലയബിൾ ഇൻ ദ കോർട്സ് ഫോർ ദോസ് ആക്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ആക്ടിനെ നമ്മുടെ മിനിസ്റ്റേഴ്സ് കൗണ്ടർ സൈൻ ചെയ്യാറില്ല. ഇത് എവിടെയാണ് ചെയ്യാറ്? ഇത് UK ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അവർ കൗണ്ടർ സൈൻ ചെയ്യും, അവർക്കൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ മിനിസ്റ്റേഴ്സിന് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് വെച്ച് അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണമെന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി ക്ലബ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആകണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ
ശരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും. 28th question. Consider the following statement with respect to National Institute of Labour Economics Research and Development. ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ നീതി ആയോഗിൻ്റെ അടിയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ ഒന്ന് ടച്ച് അപ്പ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ പറയുന്നത് നീതി ആയോഗ് ഇറ്റ് ഈസ് എ സെൻട്രൽ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ അറ്റാച്ച് ടു നീതി ആയോഗ്. ശരിയാണ്, ഇതൊരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇനി ഇറ്റ് വാസ് ഫോർമർലി നോൺ ആസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻ പവർ ആൻഡ് റിസർച്ച്. ഇതിനു മുമ്പ് അതിൻ്റെ പേര് അപ്ലൈഡ് മാൻ പവർ ആൻഡ് റിസർച്ച് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻഡ്യൂഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് സി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആക്ച്വലി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി 29th question. Consider the following statements regarding National Human Rights Commission. The National Human Rights Commission can intervene in any proceedings involving allegations of violation of human rights pending before a court. ഒരു കോടതിയുടെ മുമ്പിൽ പെൻഡിങ് ആയിട്ടുള്ള കേസസ്, കോടതി കാര്യത്തിൽ ഇടപെടുന്നല്ല പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് അലിഗേഷൻസ് ഉള്ള കേസസിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഇടപെടുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ കമ്മീഷൻ ക്യാൻ റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. കമ്മീഷൻ എന്ത് ചെയ്യാറുണ്ട്, റിവ്യൂ ചെയ്യാറുണ്ട്, റിപ്പോർട്ട് കൊടുക്കാറുണ്ട്, സജഷൻസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ സി ആണ്. Moving on to the 30th question. All ministers have to resign if a legislative assembly passes a no confidence motion. നമുക്കറിയാം ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു ഭാഗം കൃത്യമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഓർത്തു കഴിഞ്ഞാൽ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും, റിസൈൻ ചെയ്യും. ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ക്യാൻ അഡ്വൈസ് ദ ഗവർണർ ടു ഡിസോൾവ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഗവർണറിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ, ഡിസോൾവ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ക്യാബിനറ്റ് ഡിസിഷൻസ് ബൈൻഡ് ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഈവൻ ഇഫ് ദേ ഡിഫർ ഇൻ ക്യാബിനറ്റ് മീറ്റിംഗ്. മീറ്റിങ്ങിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർ ഒരുമിച്ചാണ് സഞ്ചരിക്കുക. അപ്പോൾ ഇത് തെറ്റേണ്ട കാര്യമല്ല. 4th സ്റ്റേറ്റ്മെൻറ്റ്, ചീഫ് മിനിസ്റ്റർ ക്യാൻ ആസ്ക് എ മിനിസ്റ്റർ ടു റിസൈൻ ഓർ അഡ്വൈസ് ദ ഗവർണർ ടു ഡിസ്മിസ് ഹിം. ഇത് ശരിയാണ്, വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് പ്രൈം മിനിസ്റ്ററിൻ്റെ കേസിലും ഈ കാര്യങ്ങളൊക്കെ, യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ ഇത് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ശരിയാണ്. സോ ദ ആൻസർ ഇസ് ഡോഗ്. മൂവിങ് ഓൺ ടു ദി 31st question. Consider the following statement with respect to Central Information Commission. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് സുവോ മോട്ടോ പവർ. സ്വന്തമായി ഇങ്ങനെയുള്ള റൈറ്റ്സ് കൊടുത്തില്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ടാവും. അത് ശരിയായിരിക്കാം അല്ലേ, ഏതൊരു കമ്മീഷനും അങ്ങനെ സുവോ മോട്ടോ പവേഴ്സ് കൊടുക്കാറുണ്ട്. കമ്മീഷൻ ഹാസ് ദ പവർ ഓഫ് എ ഹൈക്കോർട്ട് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ മാറ്റേഴ്സ് വൈൽ ഇൻക്വയറിങ്. ഒരു ഹൈക്കോർട്ടിൻ്റെ പവർ ഉണ്ട് വൈൽ ഇൻക്വയറി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഹൈക്കോർട്ടിൻ്റെ സ്പെസിഫിക് പവേഴ്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു സിവിൽ കോർട്ടിൻ്റെ പവറാണ് യൂഷ്വലി കൊടുക്കാറല്ലേ. അപ്പോൾ സിവിൽ കോർട്ടും ഹൈക്കോർട്ടും എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ചാടിക്കേറി അത് ശരിയായിട്ട് എടുത്ത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. ഇനി 3rd സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ കമ്മീഷൻ സബ്മിറ്റ്സ് ആൻ ആനുവൽ റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് പ്ലേസസ് ഇറ്റ് ബിഫോർ ഈച്ച് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനൊക്കെ പ്രധാനമായിട്ടും അവരുടെ റിപ്പോർട്ട്സ് അത് സബ്മിറ്റ് ചെയ്യുക സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ് യൂഷ്വലി പ്രസിഡൻറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറ്. So 1st and 3rd is correct. So the answer here is only 2 ആണ്. So C ആണ് വരിക. 32nd ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. Consider the following statement with respect to Competition Commission of India. Competition Commission of India is established under the Competition Commission Act of 2002. See, ഏതെങ്കിലും ഒരു ബോഡിയെ അതിനെ എന്തെങ്കിലും ഒരു ആക്റ്റാണ്, സ്റ്റാറ്റ്യൂട്ടറി ആണോ അല്ലയോ എന്ന് നോക്കാൻ എളുപ്പമാണ്. യൂഷ്വലി ആ നിയമത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്റ്റ് ഉണ്ട്, ആ ആക്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി യൂഷ്വലി ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് ഓഫ് 2019. ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ട്.
ആ ബോഡിയെ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് ഓഫ് 2019 ആണ്. അപ്പോൾ പലപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി യൂഷ്വലി ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. ആ ലോജിക്ക് വെച്ച് സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കറക്റ്റായിട്ട് എടുക്കാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് നോട്ട് മോർ ദാൻ 6 മെമ്പേഴ്സ്. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിരിക്കും അല്ലേ? കാരണം ആൻറ്റി കോമ്പറ്റീഷൻ പ്രാക്ടീസസ് ഉണ്ടോ എന്നൊക്കെയാണ് അവർ എക്സാമിൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് തെറ്റേണ്ട കാര്യമില്ല. ഇനി ദ പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, അത് നമ്മുടെ എക്കണോമിയിൽ സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന ആൻറ്റി കോമ്പറ്റീഷൻ കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുക. അവിടെ പ്രൈം മിനിസ്റ്റർ അതിനെ ചെയർ ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 4 തെറ്റായിരിക്കും. ഇനി യൂഷ്വലി ഇങ്ങനെയുള്ള കമ്മീഷൻസിൽ ഒരു ചെയർപേഴ്സണും 6 മെമ്പേഴ്സുമാണ് ഉണ്ടാവാറ്. ചിലതിൽ ഒരു ചെയർപേഴ്സണും 5 മെമ്പേഴ്സും ഉണ്ടാവാം. ഓക്കെ, സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ദെൻ ഇഫ് യു അപ്ലൈ ദ ലോജിക്, യൂഷ്വലി ഇങ്ങനെയുള്ള ക്രൂഡ് ഫാക്ട്സ് തെറ്റായിട്ട് UPSC തരാറില്ല. ആ ഒരു ലോജിക്ക് നമ്മളിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 ശരിയാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് സി ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി 33rd ക്വസ്റ്റ്യൻ പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടീം ഇന്ത്യ വിങ് അണ്ടർ നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ അടിയിൽ ഒരു ടീം ഇന്ത്യ വിങ് ഉണ്ട്. ഇറ്റ് കംപ്രൈസസ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എവറി സ്റ്റേറ്റ് മിനിസ്ട്രി ടു എൻഷുർ ദ വോയിസ് ആൻഡ് സ്റ്റേക്ക് ഇൻ നീതി ആയോഗ്. ഇതൊന്നും അറിയത്തില്ലെങ്കിലും ടീം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഇറ്റ് ഈസ് എ പെർമനൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ നാഷണൽ കൊളാബറേഷൻ. അത് ഇടയ്ക്കിടയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കില്ല, അതൊരു പെർമനൻറ്റ് പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ ഇത് നാഷണൽ കൊളാബറേഷനൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്, സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷനാണ് ടു എന്ന് നമുക്ക് ഇതിൽ നിന്നും ഗസ് ചെയ്യാം. കാരണം നാഷണൽ കൊളാബറേഷൻ വരുന്നുണ്ട്, മറ്റുള്ള സ്ഥലത്ത് എല്ലാ സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും ഭാഗമാണെന്നും പറയുന്നുണ്ട്. സോ ദി ആൻസർ ഹിയർ ഇസ് എ ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി 34th ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ക്യൂറേറ്റീവ് പെറ്റീഷൻസ്, consider the following statements. A curative petition can be entertained if there is a violation of principles of natural justice. Curative petition പലപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ജസ്റ്റിസിനെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ക്യൂറേറ്റീവ് എന്ന വാക്കും വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസും വരികയാണെങ്കിൽ ഓക്കെ, നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല, അതിനെ ക്യൂർ ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാം. ഇനി ക്യൂറേറ്റീവ് പെറ്റീഷൻ മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ സർട്ടിഫിക്കറ്റ് ഓഫ് എ സീനിയർ അഡ്വക്കേറ്റ് പോയിന്റിംഗ് ഔട്ട് ദ സബ്സ്റ്റാൻഷ്യൽ ഗ്രൗണ്ട്സ് ഫോർ എൻ്റർടൈനിങ് ഇറ്റ്. അപ്പോൾ ഇത് ക്യൂറേറ്റീവ് പെറ്റീഷൻ്റെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെച്ച് നമുക്കത് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ ഒരു സീനിയർ അഡ്വക്കേറ്റ് ശരിക്കും എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം ഉണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റീഷൻസ് ആർ ടിപ്പിക്കലി ഡിസൈഡഡ് ബൈ ജഡ്ജസ് ഇൻ ആൻ ഓപ്പൺ കോർട്ട് ഹിയറിംഗ്. ഓപ്പൺ കോർട്ട് ഹിയറിംഗ് അതിൽ മാത്രമാണ് ജഡ്ജസ് കേൾക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. യൂഷ്വലി ക്യൂറേറ്റീവ് പെറ്റീഷൻസ് ജഡ്ജസ് ചേംബേഴ്സിലാണ് കേൾക്കുക. ഓപ്പൺ കോർട്ട് ഹിയറിംഗ് അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, സോ ഇത് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ഡിഫിക്കൽട്ടി റേറ്റിംഗ് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. ആൻസർ വരുന്നത് ബോക്സ് ആണ്. കാരണം പുതിയ ഫോർമാറ്റ് ഓഫ് UPSC ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കിതിൽ എത്താൻ പറ്റില്ല. പക്ഷേ പഴയ ഫോർമാറ്റ് ആണെങ്കിൽ ഇറ്റ് വാസ് ഈസി കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. ഇനി 35th ക്വസ്റ്റ്യൻ. CBI cannot inquire into an offence committed by officers of the rank of Joint Secretary and above in central government without seeking any prior permission. ജോയിൻറ്റ് സെക്രട്ടറിക്ക് മുകളിലുള്ള ആൾക്കാർക്ക് എതിരെയുള്ള കംപ്ലയിൻസ് അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം, അല്ലെങ്കിൽ അവരുടെ അക്സെപ്റ്റൻസ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 35th ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രയർ അപ്രൂവൽ എടുക്കണം ബിഫോർ കണ്ടക്ടിങ് ആൻ ഇൻക്വയറി ഇൻ ആൻ ഒഫൻസ് കമ്മിറ്റഡ് ബൈ ദി റാങ്ക് ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി ആൻഡ് എബവ് ഇൻ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ,
അത് ആക്ച്വലി അങ്ങനെ ഒരു പ്രയർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോർട്ട് ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രയർ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. സോ അതാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത്. അത് ഗസ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. CBI നോർമലി കൺഫൈൻസ് ഇറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻറ്റി കറപ്ഷൻ ഫീൽഡ് ടു ഒഫൻസസ് കമ്മിറ്റഡ് ബൈ എംപ്ലോയീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദെയർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് തന്നെ എടുക്കാം. കാരണം നോർമലി എന്നൊക്കെ യൂസ് ചെയ്യുമ്പം യൂഷ്വലി അത് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് കുറച്ചും കൂടി ലൂസ്ലി ഡിഫൈൻഡ് ആണ്, ടൈറ്റ്ലി ഡിഫൈൻഡ് അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂഷ്വലി ശരിയാവാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് 35D ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കുറച്ച് ടഫാണ്. അത് കാരണം അങ്ങനെ ഒരു സുപ്രീം കോർട്ടിൻ്റെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണം നിർബന്ധമില്ല. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഗസ് ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് വരാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. Moving on to the 36th question. Consider the following statement about presidential elections in India. According to the Constitution, the election of the president shall be held in accordance with the system of proportional representation by means of single transferable vote. ശരിയാണ്. ഞാൻ സ്ട്രാറ്റജി സെഷനിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രസിഡൻറ്റ് വളരെ ഫേവറേറ്റ് ഏരിയ ഓഫ് UPSC ആണ്. പ്രസിഡൻറ്റിൻ്റെ എലക്ഷൻ അതിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അത് നന്നായിട്ട് പഠിക്കുക. ഇനി മെമ്പേഴ്സ് ഓഫ് ഇലക്ട്രൽ കോളേജ് ക്യാൻ വോട്ട് അക്കോർഡിംഗ് ടു ദെയർ വിഷ് ആൻഡ് ആർ നോട്ട് ബൗണ്ട് ബൈ എനി പാർട്ടി വിപ്സ്. ഇതൊരു സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് ശരിക്കും നമ്മളവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പാർട്ടി വിപ്പൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇനി ഫൈനലി പറയുന്നത് ദ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ബോത്ത് MPs MLAs ഡിഫർ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ. വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉള്ളത്? നമുക്കറിയാം ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വാല്യൂ ഓഫ് വോട്ട് റിമെയിൻസ് സെയിം അല്ലേ. ഇപ്പോൾ വാല്യൂ സെയിം ആയിട്ടാണ് വെക്കുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് 36 ബോക്സ് ആണ്. മൂവിങ് ഓൺ ടു ദി 37th question. Public interest disclosure and protection of informers resolution is related to which of the following? നമുക്കൊരു വിസിൽ ബ്ലോവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ നടത്താം. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ശരിക്കും നടത്തേണ്ടത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ അടുത്താണ്. 37 ബോക്സ് ആണ്. അപ്പോൾ അതങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്പാൽ എന്നുള്ളതും അതുപോലെ തന്നെ CBI ഒക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുക. ലോക്പാൽ അല്ല, ആക്ച്വലി അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. ഇനി 38th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. 38th question. The chairperson, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ടെന്യൂറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ 3 വർഷ കാലാവധി അല്ലെങ്കിൽ 70 years കറക്റ്റാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ 5 years അല്ലെങ്കിൽ 70 years തെറ്റാണ്. കാരണം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ടെന്യൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ 2019 അമെൻമെൻറ്റിലുണ്ട്. അത് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് അത് 3 years ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അത് 5 years അല്ല, 3 years ആണ്, അല്ലെങ്കിൽ 65 years ഓഫ് ഏജ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബേസിക് ആയിട്ടുള്ളൊരു ഫാക്ട് റിലേറ്റഡ് ടു RTI അറിയാമെങ്കിൽ തന്നെ തെറ്റും. നമ്മൾ ഗവർണൻസൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ശരിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 4 years and 65 years ആണ്. ഇത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞു കുറച്ച് ഡിഫറെൻ്റ് ആണ്, 4 years എന്നുള്ളതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഏരിയാസിൽ കുറച്ച് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ടെന്യൂറിലൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റ് ആക്കാൻ പറ്റും. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ കൺട്രി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. ഇതവരുടെ ബേസിക് ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ശരിയായിട്ട് എടുക്കാൻ പറ്റും. ഇനി പറയുന്നത് NDMA വാസ് ഇനീഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2005 ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദ ഗവൺമെൻറ്. ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, പക്ഷേ ആക്ച്വലി ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലാണ് ഇനീഷ്യലി ഇതിനെ സെറ്റപ്പ് ചെയ്തത്. ഇനി ഓപ്പറേഷൻ റാഹത്ത്
വാസ് എ റെസ്ക്യൂ ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഉത്തരാഖണ്ഡ് റീസെൻ്റ്ലി. റാഹത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓപ്പറേഷൻ അല്ല. ഇറ്റ് വാസ് ആക്ച്വലി എന്താണ്, ഉത്തരാഖണ്ഡിൻ്റെ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ജിന്ദഗി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് അവർ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ അത് എന്താണ്, പിന്നെ അത് മാത്രമല്ല, യൂഷ്വലി അങ്ങനെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇനി ഓപ്പറേഷൻ റാഹത്ത് ആക്ച്വലി ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് യമനിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്, ഇന്ത്യൻ നേവി വഴി. ഓർത്താൽ മതി. സോ ദി ആൻസർ ഹിയർ ഇസ് ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. 39 ബോക്സ്. ഇനി മൂവിങ് ഓൺ ടു ദ 40th question. Consider the following statements regarding ad hoc judges. The President of India can appoint a judge of a high court as an ad hoc judge. See, ഈ ad hoc judges പോലുള്ള ടെമ്പററി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല, റാദർ ഇറ്റ് ഈസ് എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടെമ്പററി ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സിലൊന്നാണ് ഈ റിട്ടയർഡ് ജഡ്ജസിനെ വിളിക്കുന്നു, ad hoc ജഡ്ജസിനെ വിളിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിൽ വരുന്നൊരു ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് പോലല്ല വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്താൽ തന്നെ അത് തെറ്റായിട്ട് എടുക്കാം. While attending the Supreme Court sitting, the ad hoc judges have all the jurisdiction powers, privileges of regular Supreme Court. ഇതൊരു ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത, വെറൈറ്റി ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറക്റ്റായിട്ട് എടുക്കാം. സോ ദി ആൻസർ ഹിയർ ഇസ് ഡോഗ്. Moving on to the 41st question. 41st question. ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എലക്ഷൻസ് ഹെൽഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. ദ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറഞ്ഞ് ഓരോ സ്റ്റേറ്റിലും ഇലക്ഷൻസിൻ്റെ സമയത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും കൂടി കൺസിഡർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. ദ ഡിസ്ട്രിക്ട് കളക്ടർ അപ്പോയിൻറ്റ്സ് എ റിട്ടേണിംഗ് ഓഫീസർ ഫോർ എവറി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ ഡിസ്ട്രിക്ട്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറിന് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അതുപോലെ തന്നെ the chief election commissioner appoints presiding officer for every polling booth in the constituency. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ വന്ന് അപ്പോയിൻറ്റ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷണർക്ക് ചെയ്യാൻ പറ്റുമോ? അത് എന്തായാലും തെറ്റായിരിക്കും. അത് മാത്രമല്ല, ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും വരുന്ന റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ പിന്നെ വൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ നീഡ്സ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സോ ആ ഒരു പോയിന്റ്, അതിൻ്റെ ഇൻകൺസിസ്റ്റൻസി ആലോചിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായാൽ തന്നെ വി ക്യാൻ ഗോ ഫോർ വാട്ട്, ഓപ്ഷൻ ബി, ഓൺലി 2 ആയിരിക്കും ശരിയായിട്ട് വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി 42nd question. Which of the following provisions safeguard and ensures the independence and impartial functioning of State Public Service Commission? Chairman and members are removed in a manner on the grounds mentioned in the Constitution. See, അവരെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഗ്രൗണ്ട്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഇമ്പാർഷ്യാലിറ്റി എൻഷുർ ചെയ്യുമല്ലോ. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, അവർക്കൊരു ടെന്യൂർ ഉണ്ട്. ആ ടെന്യൂർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റയർ എക്സ്പെൻസ് ഓഫ് ദ ചെയർപേഴ്സൺ മെമ്പേഴ്സ് ആർ ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. അതും കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. ചാർജ്ഡ് എക്സ്പെൻഡിച്ചറാണ് UPSC ചെയ്യുന്നത്, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ചാർജ് എക്സ്പെൻഡിച്ചർ അല്ല. സോ അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 4 പറയുന്നത് റെസിഗ്നേഷൻ ടു ദ പ്രസിഡൻറ്റ്. ഈ റെസിഗ്നേഷൻ പ്രസിഡൻറ്റിനല്ല കൊടുക്കുന്നത്, ഗവർണറിനാണ് കൊടുക്കുന്നത്. അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ഓൺലി 3. അപ്പോൾ ഇമ്പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യണമെങ്കിൽ അവർക്ക് ചില പ്രൊട്ടക്ഷൻ വേണം. അതിൽ പ്രൊട്ടക്ഷൻ ഏതൊക്കെ കൊണ്ട് കിട്ടും എന്നാലോചിച്ചാൽ തന്നെ ഈ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മൂവിങ് ഓൺ ടു ദി 43rd question.
Consider the following statements with respect to Article 280 of the Indian Constitution. Under this article, the Constitution provides for a quasi-judicial body. Finance Commission എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതിന് ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി, അതായത് അതിന് റെക്കോർഡ്സ് ആവശ്യപ്പെടാം, ഡേറ്റ ആവശ്യപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള അവകാശമുണ്ട്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ആയിട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പെർസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓതറൈസസ് ദ പാർലമെൻറ്റ് ടു ഡിറ്റർമിൻ ദ ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദിസ് ബോഡി അണ്ടർ ദി 280. സോ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി ഫിനാൻസ് കമ്മീഷൻ മെമ്പേഴ്സ്, റാദർ പാർലമെൻറ്റ് ത്രൂ ആൻ ആക്ട് ആണ് പറയുന്നത്. അവിടെയാണ് ഒരു എക്കണോമിസ്റ്റ് വേണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം, അങ്ങനെയുള്ള എക്സെട്ര കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്യുന്നത്. സോ എന്താണ്, ഇത് രണ്ടും ശരിയാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആരെയും ഉപദ്രവിക്കാത്ത, എന്നാൽ വലിയ ചേഞ്ചസ് ഒന്നും എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ സി ആണ്, 43C. മൂവിങ് ഓൺ ടു ദി 44th ക്വസ്റ്റ്യൻ. Consider the following statement regarding Solicitor General of India. Solicitor General is the second highest law officer in the country. ശരിയാണ്. ആദ്യം വരുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇനി Solicitor General is appointed for a period of 3 years by the Appointment Committee of Cabinet chaired by the Prime Minister. ഈ Solicitor General എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റിമാർക്സ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ടേം ഒന്നും പഠിക്കാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ 3 years by the Appointment Committee of the Cabinet എന്നൊക്കെ പറയുന്നത് കൊണ്ടും ഗവൺമെൻറ് റിപ്രസെൻ്റ് ചെയ്യുന്നൊരു വക്കീലായതുകൊണ്ടും ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടി ഡിസൈഡ് ചെയ്യുന്നൊരു എൻറ്റിറ്റി ആയതുകൊണ്ടും അത് വേണമെങ്കിൽ ശരിയായിട്ട് ഗസ് ചെയ്യാം, ശരിയാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഇസ് സി. 45th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്. എനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്, matters referred to the Finance Commission. How many among the above do the Supreme Court have exclusive original jurisdiction? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം, അപ്പീൽ വേണ്ട. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കോർട്ടും ഈ കേസ് കേൾക്കില്ല. നമുക്കറിയാം ഇതിൽ എക്സ്ക്ലൂസീവ് ആൻഡ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ആദ്യത്തേതാണ്. അതായത് എനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദി സെൻറ്റർ, അതുപോലെ തന്നെ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ പല കോമ്പിനേഷൻസിൽ വരുന്ന സ്ഥലങ്ങളിലാണ് എക്സ്ക്ലൂസീവ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. സോ ദ ആൻസർ ടു 45th ക്വസ്റ്റ്യൻ ഇസ് എ. ഇനി 46th ക്വസ്റ്റ്യൻ. Consider the following statement with respect to Controller and Auditor General of India. CAG is responsible only to the Parliament. CAG പാർലമെൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആവുക, പാർലമെൻറ്റിനാണ് റിപ്പോർട്ട് കൊടുക്കുക. സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചർ ഇസ് എ ലിമിറ്റേഷൻ ഓൺ ഓഡിറ്റിംഗ് റോൾ ഓഫ് CAG. ഇത് കറക്റ്റാണ്. കാരണം CAG ശരിക്കും സീക്രട്ട് സർവീസിൻ്റെ അവിടുത്തെ അതത് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യണം ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ CAGക്ക് കൺട്രോളിങ് ആക്ടിവിറ്റീസ് ഇല്ല, ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. കൺട്രോളിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഓതറൈസ് ചെയ്യില്ല എക്സ്പെൻസസ്. പോസ്റ്റ് ഫാക്ടോ ആയിട്ട് അതിന് ശേഷം ഈ എക്സ്പെൻസ് നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഓഡിറ്റ് ചെയ്യുന്നത്. CAG ക്യാൻ റിസൈൻ എനി ടൈം ഫ്രം ഹിസ് ഓഫീസ് ബൈ അഡ്രസ്സിംഗ് ദ റെസിഗ്നേഷൻ ലെറ്റർ ടു ദ പ്രസിഡന്റ്. നമുക്കറിയാം CAG എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ലൈക്ലി റെസിഗ്നേഷൻ പ്രസിഡന്റിനായിരിക്കും സബ്മിറ്റ് ചെയ്യുക എന്ന് നമുക്ക് ഗസ് ചെയ്യാം. സോ ദി ആൻസർ ഹിയർ ഇസ് സി. മൂവിങ് ഓൺ ടു ദി 47th ക്വസ്റ്റ്യൻ. 47th ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത് അറ്റോർണി ജനറൽ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്. അറ്റോർണി ജനറൽ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അറ്റോർണി ജനറൽ ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ്. നമുക്കറിയാം ക്യാൻ സ്പീക്ക് ബട്ട് കനോട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്ററി പ്രിവിലേജും കിട്ടുന്ന ആളാണ്, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അറ്റോർണി ജനറൽ ഇസ് പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. 48th question. Consider the following statement with reference to Gram Nyayalaya. The presiding officer, Nyayadhikari of the Gram Nyayalaya, is appointed by the central government. നമുക്കറിയാം ജുഡീഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, എസ്പെഷ്യലി അത് ഹൈക്കോർട്ട് തൊട്ട് എസ്പെഷ്യലി അത് ലോവർ കോർട്ട്സിലേക്ക് വരുന്ന സമയത്ത്,
ലോവർ കോർട്സിലേക്ക് വരുന്ന സമയത്ത് അതത് ഗവർണർക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൂടുതൽ അധികാരങ്ങൾ അവിടെ വരും. സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും വരുമ്പോഴാണ് അവിടെ ആര് വരുന്നത്? പാർലമെൻറ്റും പ്രസിഡൻറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് തെറ്റായിട്ട് എടുക്കാം. സെൻട്രൽ ഗവൺമെൻറ് ഒരിക്കലും ഒരു വില്ലേജ് ലെവൽ ന്യായാലയ എന്ന് പറയുമ്പോൾ വില്ലേജ് ലെവൽ കോർട്സ് ആണ്. അവിടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു അപ്പോയിൻമെൻറ്റ് വരേണ്ട കാര്യമില്ല. ഇനി ഗ്രാം ന്യായാലയ ഈസ് എ മൊബൈൽ കോർട്ട് ദാറ്റ് എക്സസൈസസ് പവേഴ്സ് ഓഫ് ബോത്ത് ക്രിമിനൽ ആൻഡ് സിവിൽ കേസസ്. രണ്ടും ചെയ്യാൻ പറ്റും. സിവിൽ കോർട്ട് അവർ ഒരു മൊബൈൽ ഫോമിലൊക്കെയാണ് കോർട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഗ്രാം ന്യായാലയ is bound by the rules of evidence provided in Indian Evidence Act of 1872. ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ് ഗ്രാം ന്യായാലയക്ക് ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗ്രാം ന്യായാലയക്ക് റൂൾസ് ഓഫ് പ്രൊസീജിയറൊക്കെ കുറച്ച് റിലാക്സ് ചെയ്തിട്ടുണ്ട്. അവർ നാച്ചുറൽ ജസ്റ്റിസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലോജിക്ക് വെച്ച് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് കട്ട് ചെയ്യാം. So the answer here is box, only one. 49th question. Consider the following bills: Constitution Amendment Bill, Bill by State Government, Money Bill, Private Members Bill, Ordinary Bill. For which of the above bills can the President exercise suspensive veto? Presidentine സസ്പെൻസീവ് വീറ്റോ എവിടേക്കാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രസിഡൻറ്റ് ശരിക്കും തിരിച്ചയക്കാൻ കഴിയുന്ന ബിൽസിലാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ആവുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചയക്കാൻ പറ്റുന്നൊരു ബില്ലല്ല. ഇനി ബിൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, അത് വേണമെങ്കിൽ തിരിച്ചയച്ച് കൊണ്ടുവരാം. മണി ബില്ലും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർക്ക് അത് തിരിച്ചയക്കാനുള്ള സ്കോപ്പില്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, ഓർഡിനറി ബിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിലും മണി ബില്ലിലും ഇത് ആപ്ലിക്കബിൾ അല്ല. സോ ദി ആൻസർ ഹിയർ ഇസ് 2, 3, 2, 4 and 5. 2, 4 and 5 ആണ്, ബോക്സ് ആണ്. അപ്പോൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്രസിഡന്റ് അത് തിരിച്ചയച്ചു, വീണ്ടും ഒരു അത് ഒരു ഓർഡിനറി ലെജിസ്ലേഷൻ വഴി തന്നെ വീണ്ടും അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും അതിന് അസെൻറ്റ് കൊടുക്കേണ്ടി വരും. ക്വാളിഫൈഡ് വീറ്റോ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഇല്ല, ഇന്ത്യൻ ഗവർണർക്കും ഇല്ല. ക്വാളിഫൈഡ് വീറ്റോ ഈസ് നോട്ട് അവൈലബിൾ ടു ദി പ്രസിഡൻറ്റ്, അല്ലേ? അത് US-ലാണ് ക്വാളിഫൈഡ് വീറ്റോ ഉള്ളത്. ഒരു ഹയർ മെജോറിറ്റിയിൽ പാസ്സാക്കാനുള്ള സ്കോപ്പ്, ഹയർ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ടി വരും. ഇനി മൂവിങ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 50. പ്രസിഡൻറ്റ് ക്യാൻ റിക്വയർ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു റീകൺസിഡർ അഡ്വൈസ് ബൈ ദം. പ്രസിഡൻറ്റിന് ഒരു അഡ്വൈസ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രസിഡൻറ്റ് വർക്ക് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസിഡൻറ്റിന് റീകൺസിഡർ ചെയ്യാൻ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പ്രസിഡൻറ്റിന് പറയാം. നോ പ്രസിഡൻറ്റ് ഹാവ് റീറ്റേൺഡ് റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ് ഓഫർ. അങ്ങനെ പറയാൻ പറ്റുമോ? ഏതെങ്കിലുമൊക്കെ പ്രസിഡന്റ് ഉണ്ടാവില്ലേ ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. എസ്പെഷ്യലി പ്രസിഡന്റ് KR നാരായണൻ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതിനെ പറ്റി റീകൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിമ്പിൾ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെറ്റായിട്ട് എടുക്കാം. സോ ദി ആൻസർ ഹിയർ ഇസ് 50, ആൻസർ A. ക്വസ്റ്റ്യൻ പറയുന്നത് ഹൂ അമംഗ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് ദി എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ടു ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ അല്ലെങ്കിൽ GST കൗൺസിൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സിവിൽ സർവൻ്റ് ആയിരിക്കും അവിടെ വരുന്നത്. സോ മോർ ചാൻസസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ദ റവന്യൂ സെക്രട്ടറി ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. പിന്നെ ഈ രണ്ട് വാക്കുകൾ ഇവിടെ ഉണ്ട്. സോ ഇത് രണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് വരുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയെക്കാളും മോർ ലൈക്ലി ചാൻസ് ഇറ്റ് ഇസ് ദി യൂണിയൻ റവന്യൂ സെക്രട്ടറി. സോ ദി ആൻസർ ഹിയർ ഇസ് A. സിമ്പിൾ ലോജിക്ക് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ആൻസറിൽ എത്താൻ പറ്റുന്ന ചോദ്യമാണ്. സോ നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 52.
The statement says the Constitution has not assigned any significant function to the Vice President fulfilling the President's role. So that is a correct statement because the Constitution does not consider the Vice President to be discharging or completely taking over the remainder period of the President. So the Constitution കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറയുന്നത് വൈസ് പ്രസിഡന്റ് ക്യാൻ ഡിസ്ചാർജ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓൺലി ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 6 months എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. So usually when the president is unable to perform the duties of his office, vice president charge എടുക്കും. ഫോർ എക്സാമ്പിൾ ഇൽനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വൈസ് പ്രസിഡന്റ് ടേക്ക് ഓവർ ചെയ്യും. ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ഡിസ്ചാർജസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രസിഡൻസ് ഓഫീസ്. അപ്പോൾ അതിലങ്ങനെ ഒരു ടേം പറയുന്നില്ല. പക്ഷേ പ്രസിഡന്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, പുതിയ ഇലക്ഷൻ 6 monthsനുള്ളിൽ നടത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഹിയർ ഇസ് സി. Okay, moving on to the 53rd question. The Prime Minister of India must approve his majority in Lok Sabha before he is appointed as the Prime Minister. ഇല്ല, കയറിയതിന് ശേഷം എന്ത് ചെയ്താൽ മതി, മെജോറിറ്റി പ്രൂവ് ചെയ്താൽ മതി. Need to be a member of either House of Parliament during his appointment. വേണ്ട ആവശ്യമില്ല. 6 monthsനുള്ളിൽ elected ആയി ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആയാൽ മതി. May be a member of any of the 2 houses of the parliament ആകാം. Need to be the leader of his party at the time of appointment. അതെന്തായാലും വേണ്ട. So the answer here is 53C. ഓക്കെ, അപ്പോൾ ഒരാൾ മെമ്പർ അല്ലെങ്കിലും ഒരു ഹൗസിൻ്റെ മെമ്പർ അല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ അസ്യൂം ഓഫീസ്. അത് ഒരു 6 monthsനുള്ളിൽ എലക്ട് ചെയ്ത് അസ്യൂം ചെയ്താൽ മതി. ഇനി moving on to the 54th question. Consider the following statement. The grounds for impeachment of president are mentioned in the constitution but not for the vice president. Grounds for impeachment of the president, violation of the constitution എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈസ് പ്രസിഡന്റിൻ്റെ കേസിൽ അങ്ങനെ കൃത്യമായി എന്താണ് റീസൺ എന്നുള്ളത് റീസൺസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. എ ഫോർമൽ ഇംപീച്ച്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ റിമൂവൽ ഓഫ് ദ വൈസ് പ്രസിഡന്റ്. തെറ്റാണ്. ഒരു ഫോർമൽ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ഒന്നും വേണ്ട. അതിൽ രാജ്യസഭയുടെ ഒരു അപ്രൂവലാണ് വേണ്ടത്. ഓക്കെ, ഫോർമൽ ഇംപീച്ച്മെൻറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് എഫക്റ്റീവ് മെജോറിറ്റി ഇൻ ബോത്ത് ഹൗസസ് ആർ റിക്വയർഡ് ഫോർ ദ റിമൂവൽ ഓഫ് ദ പ്രസിഡന്റ്. വേണ്ട, 2 ഹൗസസിൻ്റെയും അപ്രൂവൽ അവിടെ ആവശ്യമില്ല. രാജ്യസഭ ഒരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. ആൻഡ് എഗ്രീഡ് ബൈ ദി ലോക്സഭ ബൈ എ സിമ്പിൾ മെജോറിറ്റി. So the answer here is 54. Answer A ആണ്. ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡന്റ് ഹാസ് ടു അപ്പോയിൻറ്റ് ദ ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടി ഇൻ ദ ലോക്സഭ ആസ് ദ പ്രൈം മിനിസ്റ്റർ. മെജോറിറ്റി പാർട്ടി ആളിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഇറ്റ് ഈസ് വൺ സച്ച് ഇൻസ്റ്റൻസ് വേർ ദി പ്രസിഡന്റ് ഹാസ് എ situational discretion. The appointment of a prime minister when no party has a clear majority in the Lok Sabha is the constitutional discretion എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല, അത് സിറ്റുവേഷണൽ ആയിട്ടുള്ള ഡിസ്ക്രിഷൻ ആണ്. സോ 55ൻ്റെ ആൻസർ ഏതാണ്? ഇത് റോങ് ആണ്, 2ഉം റോങ് ആണ്. സോ ദ ആൻസർ ഇസ് 55 ഡോഗ്. 56th question. In India, Council of Ministers are collectively responsible to the lower house. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ലോവർ ഹൗസിനാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ ജനറൽ ഫീച്ചർ ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് സെക്വേഴ്സ് എ മെജോറിറ്റി സീറ്റ്സ് ഇൻ ലോക്സഭ ഫോംസ് ദ ഗവൺമെൻറ്. ഇനി ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, എന്ത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്? മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ എന്നുള്ളത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 75 അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് കുറച്ചും കൂടി കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ബിയും എയിലും ഒക്കെ ഡൗട്ട് തോന്നാം, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട് എന്നുള്ളതാണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂവിങ് ഓൺ ടു ദി 57th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് പാർലമെന്ററി കമ്മിറ്റീസ് ബട്ട് നോട്ട് ക്യാബിനറ്റ് കമ്മിറ്റീസ്. ഈ ക്യാബിനറ്റ് കമ്മിറ്റീസിന് എന്നുള്ളത് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷറാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ബോത്ത് പാർലമെൻ്ററി കമ്മിറ്റീസ് ആൻഡ് ക്യാബിനറ്റ് കമ്മിറ്റീസ് ആർ ലെഡ് ബൈ സെയിം റൂൾസ്. അതെങ്ങനെ സെയിം റൂൾസ് വരും? ഓരോ പാർലമെൻ്ററി കമ്മിറ്റിയിലും തന്നെ എന്തുണ്ട്, കാര്യമായിട്ടുള്ള വ്യത്യാസം ഇൻ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ക്യാബിനറ്റ് കമ്മിറ്റിയുമായി ഒത്തുവരിക? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. Cabinet committees have ministers as members, but parliamentary committees do not have any ministers in it. ശരിയാണ്. പാർലമെൻ്ററി കമ്മിറ്റീസിൽ എന്തില്ല, മിനിസ്റ്റേഴ്സിന് റോള് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ദ ആൻസർ ഹിയർ ഇസ് സി. ഈ 2 തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സിയിൽ എത്താൻ പറ്റും. മൂവിങ് ഓൺ ടു ദി 58th ക്വസ്റ്റ്യൻ. അപ്പോൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. Consider the following statements regarding governor. He holds office for a term of 5 years. Governor ഓഫീസ് ഹോൾഡ് ചെയ്യുക 5 years എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗവർണറിന് 5 വർഷമാണ് കാലാവധി എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സബ്ജക്റ്റ് ടു ദി പ്ലഷർ ഓഫ് പ്രസിഡൻ്റ് ആണ്. ഇപ്പോൾ പ്രസിഡൻറ്റ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനി ഹീ ഈസ് ഇമ്മ്യൂൺ ഫ്രം സിവിൽ പ്രൊസീഡിങ്സ് ബട്ട് നോട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഡ്യൂറിങ് ഹിസ് ടെന്യുവർ. ഇത് നമുക്കറിയാം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിമിനൽ പ്രൊസീഡിങ്സിലാണ് ശരിക്കും ഇമ്മ്യൂണിറ്റി ഉള്ളത്. സിവിൽ പ്രൊസീഡിങ്സിൽ ശരിക്കും എന്ത് ചെയ്യണം, നോട്ടീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, സോ ദ ആൻസർ ഹിയർ ഇസ് 58A. മൂവിങ് ഓൺ ടു the 59th question. Which among the following is the primary role of Grama Sabha under PESA Act of 1996? എന്താണ് ഗ്രാമസഭ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ്സ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഫണ്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. എൻഷുർ ട്രാൻസ്പാരൻസി ഇൻ എലക്ഷൻസ് ടു ദ പഞ്ചായത്ത്, അത് ട്രാൻസ്പാരൻസിയിൽ എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്രൂവ് ഓർ റിജക്ട് പ്ലാൻസ് ആൻഡ് പ്രോജക്ട്സ് അഫക്റ്റിംഗ് കസ്റ്റമറി റൈറ്റ്സ് ആൻഡ് ലോക്കൽ റിസോഴ്സസ് ചെയ്യാം. കണ്ടക്ട് സോഷ്യൽ ഓഡിറ്റ്സ് ഓഫ് വേരിയസ് പ്രോജക്ട്സ് ഓഫ് പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ. പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷന് സോഷ്യൽ ഓഡിറ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പ്രൈമറി റോൾ ഓഫ് ഗ്രാമസഭയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി റോൾ ഓഫ് ഗ്രാമസഭയാണെന്നുണ്ടെങ്കിൽ സി ആണ് വരേണ്ടത്. ഇറ്റ് ക്യാൻ അപ്രൂവ് ഓർ റിജക്ട് പ്ലാൻസ് ആൻഡ് പ്രോജക്ട്സ് അഫക്റ്റിംഗ് കസ്റ്റമറി റൈറ്റ്സ് ആൻഡ് ലോക്കൽ റിസോഴ്സസ്. അതാണ്. ബാക്കി 3 ഓപ്ഷനും ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. സിൻസ് പ്രൈമറി റോൾ എന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 59 ആൻസർ സി ആണ്. Moving on to the 60th question. 60ാമത്തെ ചോദ്യം. Consider the following statements about Chief Minister. The Constitution contains specific procedure for the selection of Chief Minister. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങും പറയുന്നില്ല. Unlike Prime Minister, who can be from both houses of Parliament, Chief Minister shall be from the Legislative Assembly. അങ്ങനെ ചീഫ് മിനിസ്റ്ററിന് മാത്രമായി പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 60യുടെ ആൻസർ ഡോഗാണ്. മൂവിങ് ഓൺ ടു ദി 61st ക്വസ്റ്റ്യൻ. 61ാമത്തെ ചോദ്യം. ദ ടേം ഓഫ് ചീഫ് മിനിസ്റ്റർ ഇസ് ഫിക്സ്ഡ്. ചീഫ് മിനിസ്റ്ററിൻ്റെ ടേം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം ചീഫ് മിനിസ്റ്റർ ക്യാൻ ആക്ച്വലി ബി റിമൂവ്ഡ് അല്ലേ? റിമൂവ് ചെയ്യാം, കോൺഫിഡൻസ് ലൂസ് ചെയ്യുകയാണെങ്കിൽ പോവാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി റെസിഗ്നേഷൻ ഓഫ് ചീഫ് മിനിസ്റ്റർ ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്സ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. യെസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ചീഫ് മിനിസ്റ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഡിസോൾവ് ആവും. only those persons recommended by the chief minister can be appointed as ministers by the governor. ശരിയാണ്. ഇത് ചീഫ് മിനിസ്റ്ററിനും പ്രൈം മിനിസ്റ്ററിനൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ളൊരു അവകാശം ആണ്. സോ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. 62nd question. According to the Constitution of India, whose decision will be final if any question arises whether a matter falls within the governor's discretion or not? ഇവിടെ നമ്മൾ സുപ്രീം കോർട്ട് എന്നൊക്കെ ഗസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 163 സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഡിസ്ക്രിഷൻ ഓഫ് ദ ഗവർണർ ആണോ അല്ലയോ എന്നുള്ളതിൽ
ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ശരിക്കും ഗവർണർ തന്നെയാണ്. സോ 62nd ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. നിങ്ങൾ ഒരുപാട് പേര് തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണത്. മൂവിങ് ഓൺ ടു ദി 63rd ക്വസ്റ്റ്യൻ. While the Attorney General can take part in the proceedings of both houses in Parliament, the Advocate General can take part in the proceedings of Legislative Assembly only. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ചില കാര്യങ്ങളിലാണ് ഇവർ രണ്ടുപേരും ഡിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും കമ്പയർ ചെയ്ത് പഠിക്കണം. ഇനി അഡ്വക്കേറ്റ് ജനറൽ ഈസ് എൻറ്റൈറ്റിൽ ടു അപ്പിയർ ബിഫോർ എനി കോർട്ട് ഓഫ് ലോ വിത്തിൻ ദ കൺട്രി. അഡ്വക്കേറ്റ് ജനറലിന് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ കേസിലും പോവാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, എനി കോർട്ട് വിത്തിൻ ദ കൺട്രി അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി വിത്തിൻ ദി സ്റ്റേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2ഉം തെറ്റാണ്. 63rd ക്വസ്റ്റ്യൻ ആൻസർ ഡോഗ് ആണ്. 64th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത് ക്യാബിനറ്റ് ഡസ് നോട്ട് ഹാവ് എനി കളക്റ്റീവ് ഫങ്ഷൻസ്. അത് പറയാൻ പറ്റില്ല, കാരണം ക്യാബിനറ്റ് കളക്റ്റീവായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗമാണ് ക്യാബിനറ്റ് എന്നാണ് പറയുന്നത്. ശരിയാണ്, ക്യാബിനറ്റിലുള്ളവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗമായി വരാറുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ശരിക്കും അതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്നു. പിന്നെ അതിന് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് അതിനെ എന്ത് ചെയ്തത്, അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ ഇതിൽ ബോക്സ് ആണ് ശരി ഉത്തരം. ഈ ഒരു ചോദ്യം കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ്, തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മൂവിങ് ഓൺ ടു ദി 65th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഓഫീസേഴ്സ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. Who all among the above given are members of the selection committee for State Information Commission? State Information Commission ആരൊക്കെയാണ് മെമ്പേഴ്സായി വരുന്നത്? ചീഫ് മിനിസ്റ്റർ ഉണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്. ഹൈക്കോടതി ജഡ്ജ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ മെമ്പേഴ്സായി വരുന്നില്ല. സോ ദി ആൻസർ ഹിയർ ഇസ് 65A ആണ്. 66th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഗവർണർ, Ministers, Advocate General. Privileges of state legislatures are extended to whom? നമുക്കറിയാം ഗവർണറിനും പ്രസിഡൻറ്റിനും പ്രിവിലേജസ് ഇല്ല. ഓൾദോ ദേ ആർ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഓൾസോ ദേ ടേക്ക് പാർട്ട് ഇൻ വേരിയസ് പ്രൊസീഡിങ്സ് ഓഫ് ദ ഹൗസസ്. ഇനി സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന് കിട്ടും, അഡ്വക്കേറ്റ് ജനറലിനും കിട്ടും. സോ ദ ആൻസർ ഹിയർ ഇസ് 66 ബോക്സ്. 67th ക്വസ്റ്റ്യൻ. 67th question. Consider the following statements. All cabinet ministers are from Council of Ministers. All cabinet ministers are from Council of Ministers. Cabinet ministers എല്ലാവരും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നുള്ളവരാണ് എന്നാണ് ചോദ്യം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ക്യാബിനറ്റിൽ വരുന്ന ആൾക്കാരൊക്കെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലും ഉള്ളവരായിരിക്കും. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ സിമിലർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. സം ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. അങ്ങനെ ആവുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സം ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആർ അറ്റാച്ച്ഡ് ടു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കൊണ്ട് അറ്റാച്ച് ആയി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നൺ ഓഫ് ദ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ആർ ഗിവൺ ഇൻഡിപെൻഡൻറ്റ് ചാർജ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാർജസ് യൂഷ്വലി കൊടുക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ദ ആൻസർ ഇസ് 4 ആണ് കറക്റ്റ് ആൻസർ. Moving on to the 68th question. Judge of the Supreme Court have security of tenure and can only be removed in a manner on grounds specified in the Constitution. Yes, correct. Judges of the Supreme Court do not hold office at the pleasure of the President, ensuring independence. ശരിയാണ്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രസിഡൻറ്റിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രൊസീഡിങ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഹിയർ ഇസ് 68A. 69th question. Ministerial advice is not binding on governor. മിനിസ്റ്റീരിയൽ അഡ്വൈസ് ഗവർണറിന് ബൈൻഡിങ് അല്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പറയുന്നത് മിനിസ്റ്റീരിയൽ അഡ്വൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ബൈൻഡിങ് ആയിട്ട് പറയുന്നത് പ്രസിഡൻറ്റിനാണ്. ഗവർണർക്ക് അങ്ങനെ ബൈൻഡിങ് ആയിട്ട് പറയുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി ദ പ്രസിഡൻറ്റിന് മിനിസ്റ്റീരിയൽ അഡ്വൈസസ് ബൈൻഡിങ് ആണെന്ന് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ എന്ത് ചെയ്യാൻ പറ്റും? ഗവർണർക്ക് മിനിസ്റ്റീരിയൽ അഡ്വൈസസിനെ വീണ്ടും കൺസിഡർ ചെയ്യണമെന്ന് എനി നമ്പർ ഓഫ് ടൈംസ് ഒക്കെ പറയാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇനി 42nd അമെൻമെൻറ്റ് ആക്ട് ഒൺലി മെയ്ഡ് പ്രസിഡൻറ്റ് ഒബ്ലൈസ് ടു മിനിസ്റ്റീരിയൽ അഡ്വൈസ് നോട്ട് ഗവർണർ. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 69ൻ്റെ ആൻസർ എ ആണ്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയണമെന്നുണ്ടാവില്ല. ജസ്റ്റ് നിങ്ങളതൊന്ന് ഇൻഫർമേഷൻ ഒരു വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതി. അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 70. ഗവർണർ കനോട്ട് റിട്ടേൺ എ മണി ബിൽ ഫോർ റീകൺസിഡറേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമുക്കറിയാം മണി ബിൽ എന്ന് പറയുന്നതിനെ വീണ്ടും റീകൺസിഡർ പറയാനുള്ള സ്കോപ്പ് ഇല്ല, അതിന് അസെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി ഗവർണർ കനോട്ട് റിസർവ് എ മണി ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്. അത് തെറ്റാണ്. ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി ബില്ല് പ്രസിഡൻറ്റിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കാം. ഇനി പ്രസിഡൻറ്റ് കനോട്ട് റിട്ടേൺ എ മണി ബിൽ ഫോർ റീകൺസിഡറേഷൻ. അത് പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റീകൺസിഡറേഷൻ ചെയ്യണമെന്ന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ ആൻസർ ഹിയർ 70 ഈസ് ആൻസർ എ. Moving on to the 71st question. 71st question. Consider the following statement. Only the elected members of both the houses take part in presidential election. Elected members ആണ് ശരിക്കും പ്രസിഡന്റിയൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. Both elected and nominated members of both houses take part in vice presidential election. Vice presidential electionൽ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സും ടേക്ക് പാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് electoral college of vice president consists of both elected and nominated members of the parliament ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതും കറക്റ്റാണ്. 71ൻ്റെ ആൻസർ സി ആയിട്ട് വരും. Moving on to the 72nd question. Members of the state legislature are not invited to take part in the election of vice president. Members of state legislatures are not part of the vice president election എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. Indian vice president does not assume the office of president when it falls vacant for an unexpired term. Unexpired term ആകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യില്ല? ഓഫീസ് അസ്യൂം ചെയ്യില്ല എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്സിനെ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വരാത്തത് കൊണ്ടായിരിക്കാം വൈസ് പ്രസിഡൻറ്റിനെ 2 ഹൗസ് ഓഫ് പാർലമെൻറ്റ് ചേർന്ന് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചാൽ ദ ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദി 73rd question. Consider the following statement with respect to Election Commission of India. Election Commission is an all India body but it is not common for both union and states എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ്. ഇതൊരു ഓൾ ഇന്ത്യ ബോഡിയാണ്. യൂണിയനും സ്റ്റേറ്റ്സിനും ഒറ്റ ഇലക്ഷൻ കമ്മീഷനാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഇസ് നോട്ട് കൺസേൺഡ് വിത്ത് ദി ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. ഇത് ശരിയാണ്. അതിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ മേക്കേഴ്സ് ട്രൈ ചെയ്യുന്നത്. സോ ദി ആൻസർ ഹിയർ ഇസ് 73rd ബോക്സ്. മൂവിങ് ഓൺ ടു ദി 74th question. Centralized planning and development, bureaucratization of village governance, principle of subsidiarity, democratic decentralization. How many of the above objectives did 73rd Constitution aim to achieve? ഇതിൽ ഏതൊക്കെയാണ് 73rd Constitution Amendment ചെയ്യുന്നത്? ഡീസെൻട്രലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 തെറ്റാണ്. ബ്യൂറോക്രാറ്റൈസേഷൻ ഓഫ് വില്ലേജ് ഗവർണൻസ്. വില്ലേജ് ഗവർണൻസിൽ കൂടുതൽ ബ്യൂറോക്രാറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം കൂടുതൽ ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന് റോളാണ് കൊടുക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. താഴെയുള്ള ബോഡീസിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റിയിൽ വരുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഹിയർ ഇസ് 74 ബോക്സ്. അതുപോലെ തന്നെ ഓപ്ഷൻ 1ഉം
സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 4ഉം കൺസിസ്റ്റൻ്റായി ഒരുമിച്ച് വരില്ല എന്നുള്ളത് ഗസ് ചെയ്യാനും പറ്റുന്നുണ്ട്. 75th ക്വസ്റ്റ്യൻ. The presence of 5th and 6th schedule in Indian Constitution shows its 5th and 6th schedule എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്ക് പറയാം 5th ഷെഡ്യൂൾഡ് ഏരിയാസും 6th ഷെഡ്യൂൾ പർട്ടിക്കുലർലി ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്സ് കൗൺസിലുള്ള 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് ഇത് എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. യൂണിഫോമിറ്റി അല്ല, ഒരു ഡിഫറൻസ് അവിടെയുണ്ട്. അസിമെട്രിക്കൽ ഫെഡറലിസം ആവാം. ഇൻക്ലിനേഷൻ ടുവേർഡ്സ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അങ്ങനെയൊന്നുമില്ല. കമ്മിറ്റ്മെൻറ്റ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സും അല്ല. സോ ദ ആൻസർ ഹിയർ 75 ഇസ് ബോക്സ്. അവിടെ ഒരു അസിമെട്രിക് ആയിട്ടുള്ള പവേഴ്സ് ചില സംസ്ഥാനങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുകയാണ് അവിടെ ആക്ച്വലി ചെയ്യുന്നത്. 76th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് 6th ഷെഡ്യൂൾ ഏരിയ. 6th ഷെഡ്യൂൾ വാസ് നോട്ട് പാർട്ട് ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ലേറ്റർ ആഡഡ് ത്രൂ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 6th ഷെഡ്യൂളിനെ പറ്റി അറിയുക എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 6th ഷെഡ്യൂൾ വാസ് പാർട്ട് ഓഫ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഡ്യൂറിങ് 1950. അത് പിന്നെ ഒരു അമെൻമെൻറ്റ് വഴിയൊന്നും ഇൻക്ലൂഡ് ചെയ്ത കാര്യമല്ല. ഓക്കെ, പിന്നെ അതുപോലെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതിലിവിടെ ട്രൈബൽ ഏരിയാസ് പോലുള്ള കാര്യങ്ങളൊന്നും അതിലൊരു കൺസേൺ അല്ലായിരുന്നു. ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ആർ എംപവർഡ് ടു അസസ് ആൻഡ് കളക്ട് ലാൻഡ് റവന്യൂ. ശരിയാണ്, ലാൻഡ് റവന്യൂ, ടാക്സസ്, ജുഡീഷ്യൽ ആയിട്ടുള്ള കോർട്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പവേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. 76ന്റെ ആൻസർ ബോക്സ് ആണ്. മൂവിങ് ഓൺ ടു ദി 77th ക്വസ്റ്റ്യൻ. In the context of advisory jurisdiction of the Supreme Court of India, consider the following statement. The President of India is constitutionally obliged to seek advice from Supreme Court on matters of national importance. നാഷണൽ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രസിഡന്റ് പോയി സുപ്രീം കോർട്ടിനോട് ഒപ്പീനിയൻ ചോദിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മൾ ഇതുവരെ ഉണ്ടായ ഒരു ഇഷ്യൂസിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. Advisory jurisdiction is often invoked by the President to resolve disputes between the executive and legislative branches. അല്ല, എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സിൽ അതിലൊരു തീരുമാനം കൽപ്പിക്കാനല്ല അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ പ്രധാനമായിട്ടും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ട്രീറ്റീസ്, എഗ്രിമെൻറ്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലത്താണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ യൂസ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട്സ് അഡ്വൈസറി ഒപ്പീനിയൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ ഗവൺമെൻറ് ബോഡീസ് ആൻഡ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. ഇത് ഇത്രയും ഒബ്വിയസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് തെറ്റാണെന്ന് എടുക്കാം. അത് അങ്ങനെ ചെയ്യണം, അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ എംഫസൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത് തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഗസ് ചെയ്യാൻ പറ്റും. വേറെന്താന്ന് പറഞ്ഞാൽ ഈ ടേം നോക്കൂ, അഡ്വൈസറി എന്ന വാക്ക് തന്നെ ബൈൻഡിങ് അല്ല എന്നുള്ള അർത്ഥത്തിലാണ്, അഡ്വൈസാണ്. സോ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. 77ന്റെ ആൻസർ എ ആണ്. മൂവിങ് ഓൺ ടു ദി 78th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്. ഇതിൽ ഷെഡ്യൂൾ ഏരിയാസ് അണ്ടർ 5th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സീൻ ഇൻ ഹൗ മെനി ഓഫ് ദി അബവ്. നമുക്കറിയാം പഞ്ചാബിൽ അങ്ങനെ ട്രൈബൽ പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഷെഡ്യൂൾ ഏരിയയുടെ ആവശ്യമില്ല. ഇനി ആസാം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസാം കംസ് അണ്ടർ ദി 6th ഷെഡ്യൂൾ പ്രൊവിഷൻസിലാണ് ആസാം വരുന്നത്, 5th ഷെഡ്യൂളിലെ പ്രൊവിഷനിലല്ല വരുന്നത്. പിന്നെ ഗുജറാത്ത് ആക്ച്വലി കംസ് അണ്ടർ ദി 5th ഷെഡ്യൂൾ ഏരിയ. സോ ദി ആൻസർ ഹിയർ ഇസ് 78 ബോക്സ് ആണ് ആൻസർ. Moving on to the 79th question. In the context of administration of 6th schedule area, പറയുക ഗവർണർ ഡയറക്റ്റ് ഓൺ ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ലോസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. 6th ഷെഡ്യൂളിനെ പറ്റിയാണ് പറയുന്നത്. ഡയറക്റ്റ് ഓൺ ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ലോസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ടു ദി ഏരിയാസ് അണ്ടർ ദ ഷെഡ്യൂൾ. അതിന് ഗവർണറിന് ആ ലോ അവിടെ ആപ്ലിക്കബിൾ ആവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്, ഗവർണർക്ക് പറയാം എന്താണ് ഡയറക്റ്റ് ഓൺ ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ലോസ്, അതിന് മോഡിഫിക്കേഷൻ വേണോ വേണ്ടോ എന്ന് പറയാം. ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് എന്താ ചെയ്യുന്നത്? മേക്ക് ലോസ് ഓൺ ദി മാറ്റർ ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിന് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടൊരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. പാർലമെൻറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഏരിയ ഓഫ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ. ഈ പാർലമെൻ്റ് അല്ല ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിൻ്റെ ഏരിയാസിനെ തീരുമാനിക്കുന്നത്.
Rather, it is the governor who organizes the autonomous district council and make alterations to the boundaries. So the answer here is box, 2 pairs. Moving on to the 80th question. Making the grants in aid to panchayats from consolidated fund of the state. Okay, consider the following: making the grants in aid to the consolidated fund of the state. How many among the above are compulsory provisions? നമുക്കറിയാം 73rd Constitutional Amendment ആക്ടിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കമ്പൽസറി പ്രൊവിഷൻ, വേറൊന്ന് എന്താണ് വോളണ്ടറി പ്രൊവിഷൻ. ഇതിൽ കമ്പൽസറി ആയി എന്തൊക്കെയാണുള്ളതെന്ന് ചോദിക്കുന്നത്. മേക്കിംഗ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ടു ദി പഞ്ചായത്ത് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്, അത് കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫണ്ടിങ് വലിയ പ്രശ്നമാകുന്നത്. വളരെ ബേസിക് നോളജാണ്. എലക്ഷൻ ഓഫ് ദി ചെയർപേഴ്സൺ ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത് ഫ്രം എമംഗ്സ്റ്റ് ഇറ്റ്സ് മെമ്പേഴ്സ്. വില്ലേജ് പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സണെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ പഞ്ചായത്തി രാജ് ലോയിലാണ് പറയുക. അതല്ലാതെ എന്താണ് അവരുടെ ഇടയിൽ തന്നെ സെലക്ട് ചെയ്യണമെന്നുള്ളൊരു ഡെഫിനറ്റ് ക്രൈറ്റീരിയ കോൺസ്റ്റിറ്റ്യൂഷൻ വെക്കുന്നില്ല. ഇനി റിസർവേഷൻ ഇൻ ദ പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ് ലെവൽ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ബാക്ക്വേർഡ് ക്ലാസ്സസിന് റിസർവേഷൻ ഇല്ല. റിസർവേഷൻ എന്ന് ചാടിക്കേറി ശരിയാണെന്ന് എടുക്കരുത്. റിസർവേഷൻ പറയുന്നത് തന്നെ SC/ST വുമൺ കാറ്റഗറീസിനാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് 80 ഡോഗ്. മൂവിങ് ഓൺ ടു ദി 81st question. Consider the following statement. Statement 1. Any Indian citizen above 18 years of age can participate in the proceedings of Grama Sabha in their village. എല്ലാവർക്കും ഗ്രാമസഭയ്ക്ക് പോയി പങ്കെടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഗ്രാമസഭ എന്തിനാണ്? ഗ്രാമസഭ ഈസ് ആക്ച്വലി ഇലക്ട്രൽ റോൾസിൽ പേരുള്ള ആൾക്കാരാണ് ഗ്രാമസഭ. ആ ഡെഫിനിഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 326 എൻഷുവേഴ്സ് ദ റൈറ്റ് ടു വോട്ട് ഫോർ സിറ്റിസൺ അബവ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. ആർട്ടിക്കിൾ 326 18 ഇയേഴ്സിന് മുകളിലുള്ള വോട്ടിങ്ങിനെ പറ്റി സംസാരിക്കുന്നത്. സോ ഇത് തെറ്റാണെങ്കിൽ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. 82nd ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്. ദ സെപ്പറേറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2004. 2004 അങ്ങനെ ഒരു ഷെഡ്യൂൾ ട്രൈബ് അവർക്ക് വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബോഡി വന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യൂഷ്വലി ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ ശരിയായിട്ട് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അങ്ങനെ തെറ്റിച്ച് ചോദിക്കാറില്ല. പിന്നെ 2004 എന്നുള്ള ആ ഒരു റേഞ്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാം. ദ ചെയർപേഴ്സൺ ഓഫ് ദ കമ്മീഷൻ ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് അണ്ടർ വാറന്റ് ആൻഡ് സീൽ. ശരിയാണ്, പ്രസിഡന്റ് തന്നെയാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രസിഡന്റിൻ്റെ ഡയറക്റ്റ് ഓർഡറിൽ തന്നെയാണത് പറയുക. അതുകൊണ്ടാണ് വാറന്റ് ആൻഡ് സീൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദ കമ്മീഷൻ ആർ ഡിറ്റർമിൻഡ് ബൈ ദ പാർലമെൻറ്റ്. തെറ്റാണ്. പാർലമെൻ്റ് അല്ല ശരിക്കും ആ തീരുമാനം എടുക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ദി പ്രസിഡൻ്റ് ആണ് അതിൽ തീരുമാനം എടുക്കുന്നത്. സോ ദ ആൻസർ ഹിയർ ഇസ് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. Moving on to the 83rd question. Some tribal areas in Tripura is administered under the provisions of the 6th schedule of the Constitution. 6th schedule areas ഏതാണെന്ന് പഠിക്കണം. കാരണം 6th ഷെഡ്യൂളിൽ വരുന്ന സംസ്ഥാനങ്ങളെ ബേസിസിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാമിലാണ് 6th ഷെഡ്യൂൾ ഏരിയാസ് ഉള്ളത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റായി. Unlike the tribes administered under Schedule 5, some tribes in Tripura have not assimilated into mainstream way of life. ശരിയാണ്, കുറച്ച് പിന്നാക്കമായിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് എത്നിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് ഷെഡ്യൂൾ 6 ഏരിയാസ് വരുന്നത്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ആൻസർ ഹിയർ ഇസ് എ. മൂവിങ് ഓൺ ടു ദി 84th question. Certain parts of the country are witnessing protest for inclusion in 6th schedule. In this context, the power to include a new state or union territory to the 6th schedule lies with. ആരാണ് 6th ഷെഡ്യൂളിൽ ഓരോ എൻറ്റിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കേണ്ടത് 6th ഷെഡ്യൂളിൽ ഉള്ള ഇൻക്ലൂഷൻ അത് കൊടുക്കേണ്ടത് ഇറ്റ്സ് ആക്ച്വലി ദി
പാർലമെൻറ്റാണ് 6th ഷെഡ്യൂളിൻ്റെ ഇൻക്ലൂഷനെ പറ്റി തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, അതിന് 6th ഷെഡ്യൂളിനെ അമെൻഡ് ചെയ്യേണ്ടിയൊക്കെ വരും. അമെൻമെൻറ്റ് വരുത്തിയിട്ട് വേണം ഇൻക്ലൂഡ് ചെയ്യാൻ. 85th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. Zaxa committee was appointed in 1960 to report on the administration of scheduled areas. അല്ല, വിർജീനിയ സാക്സ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി 2014 റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. അത് ബേസിക് ആയിട്ട് 2014 അത് റിലീസ് ചെയ്യുന്നത്. അത് പ്രധാനമായും റിലീസ് ചെയ്തത് എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷനെ അവരെ നന്നാക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓവറോൾ സ്റ്റഡിയാണ് നടത്തിയത്. സ്റ്റേറ്റ്മെൻറ്റ് 2. As per the Constitution, it was mandatory for the President to appoint a commission after 10 years of the commencement of the Constitution to report on the administration of scheduled areas. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരിക്കും എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 339 പറയുന്നത് ഒരു 10 വർഷം കഴിഞ്ഞ് ഷെഡ്യൂൾഡ് ഏരിയാസിനെ പറ്റിയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയത്തില്ലെങ്കിലും നമ്മളിപ്പം നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോലുള്ള ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 10 വർഷം കഴിഞ്ഞ് റിസർവേഷനെ പറ്റിയൊക്കെ ആണെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ലോജിക്ക് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. പിന്നെ ഇത് തെറ്റാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഓപ്ഷൻസ് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആയിരിക്കും. മൂവിങ് ഓൺ ടു ദി 86th ക്വസ്റ്റ്യൻ. In the context of Indian judiciary, what is the significance of doctrine of judicial review? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് ചോദ്യം. ഇറ്റ് അലൗസ് ദ ജുഡീഷ്യറി ടു ഓവർറൂൾ ദ ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. അതിന് വേണ്ടിയിട്ടല്ല ജുഡീഷ്യൽ റിവ്യൂ ഉള്ളത്. ഇറ്റ് ഇനേബിൾസ് ദ ജുഡീഷ്യറി ടു ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. ശരിക്കും ജുഡീഷ്യൽ റിവ്യൂ ഇതാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് നോക്കുക. ലീഗൽ ആക്ഷൻസിൻ്റെ മാത്രമല്ല ശ്രദ്ധിക്കുക, എക്സിക്യൂട്ടീവ് ആക്ഷൻസിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് നോക്കുക. അടുത്ത ഓപ്ഷൻ, ഇറ്റ് ഗീവ്സ് ജുഡീഷ്യറി ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ഡിസിഷൻ മോഡിഫൈ ദം അക്കോർഡിംഗ് ടു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യൂഷ്വലി അതൊരു ക്യൂറേറ്റീവ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഇറ്റ് ഗ്രാൻഡ്സ് ദ ജുഡീഷ്യറി ദ അതോറിറ്റി ടു റിവൈസ് ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. റിവൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, റിവ്യൂ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 87th ക്വസ്റ്റ്യൻ. Consider the following powers of governor: ordinance making, reserving bill for the consideration of president, pardoning power. Which of them are discretionary powers? ഇതിൽ ഏതൊക്കെയാണ് ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർഡിനൻസ് മേക്കിംഗ് ഒരിക്കലും ഡിസ്ക്രിഷണറി പവർ അല്ല. അത് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസിൻ്റെ ബേസിസിലാണ് ഗവർണർ ആക്ട് ചെയ്യുന്നത്. റിസർവിംഗ് ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്, ഇത് ഒരു ഡിസ്ക്രിഷണറി ആയിട്ടുള്ള പവറാണ്. പാർഡണിങ് പവറും ഒരിക്കലും ഡിസ്ക്രിഷണറി അല്ല എന്ന സുപ്രീം കോർട്ടിൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. സോ ദി ആൻസർ ടു 87 ക്വസ്റ്റ്യൻ ഇസ് ബോക്സ്. Moving on to the 88th question. With reference to Cantonment Board, consider the following statement. The Ministry of Defence exercises ഡയറക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദം. ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നില്ല, പക്ഷേ കൺട്രോൾ എന്തുണ്ട്? മിനിസ്ട്രി ഓഫ് ഡിഫൻസിനുണ്ട്. കണ്ടോൺമെൻറ്റ് ബോർഡ് കൺസിസ്റ്റ് ഓഫ് പാർട്ട്ലി എലക്റ്റഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് മെമ്പേഴ്സ്. ശരിയാണ്, പാർട്ട്ലി എലക്റ്റഡും പാർട്ട്ലി നോമിനേറ്റഡും ആണ്. അവിടുത്തെ ചീഫായിട്ടുള്ള മിലിറ്ററി ഓഫീസർ, കമാൻഡിങ് ഓഫീസറാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്, പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഭാഗമാണ്. എൻജിനീയർ ഓഫ് ദാറ്റ് കണ്ടോൺമെൻറ്റ് അതിൻ്റെ ഭാഗമാണ്. മെഡിക്കൽ ഓഫീസർ അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭാഗമാണ്. അതിന് പുറമെ എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സും കണ്ടോൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ദ പ്രസിഡൻറ്റ് ഓഫ് ദ ബോഡി ഈസ് ഇൻഡയറക്ട്ലി എലക്റ്റഡ് എമംഗ് ദി മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അല്ല, ആ കണ്ടോൺമെൻറ്റ് ബോർഡിനെ എപ്പോഴും ലീഡ് ചെയ്യുന്നത് അവിടുത്തെ ചീഫായിട്ടുള്ള ഓഫീസറാണ്. സോ ഫസ്റ്റ് ശരിയാണ്, സെക്കൻഡും ശരിയാണ്. സോ ദി ആൻസർ ടു ദി 88th question is box. Moving on to the 89th question. Urban poverty alleviation, solid waste management, registration of birth and death, regulation of tanneries, urban forestry. ഇതിൽ ഏതൊക്കെയാണ് 12th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അതായത് മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസിന് കൊടുക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്?
12th ഷെഡ്യൂളിലാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ക്ലാസ്സിലുമൊക്കെ പറയാറുണ്ട്, ലിസ്റ്റുകൾ കാണുമ്പോൾ മടി കാണിക്കരുത്. അതൊരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് സെൻസോടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 12th ഷെഡ്യൂളിൻ്റെ അടിയിൽ വരും. അപ്പോൾ 12th ഷെഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കുറച്ചൊരു ലോജിക് അപ്ലൈ ചെയ്ത് ലിസ്റ്റ് വായിക്കുക. 90th question. The Hur Commission recommended the reorganization of state on the basis of administrative convenience. The Hur Commission, JVP Commission, Facility Commission, ഈ 3 കമ്മീഷനാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ ഡർ കമ്മീഷൻ റെക്കമെൻഡഡ് ദി ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അവർ ലിംഗ്വിസ്റ്റിക് പ്രയോറിറ്റി ഒന്നും കൊണ്ടുവന്നില്ല. JVP കമ്മിറ്റി ഇതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ഇത് കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഗവൺമെൻറ് ശരിയായിട്ട് നിങ്ങൾ എടുക്കും, തെറ്റാണ്. ആക്ച്വലി കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡഡ് ദ ക്രിയേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഫോർ ഓൾസോ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഫസൽ അലി കമ്മീഷനും എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതും തെറ്റാണ്. സോ ദ ആൻസർ ഹിയർ ഇസ് 90. ആൻസർ എ ആണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 നിങ്ങൾ ശരിയായിട്ട് എടുത്ത് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. 91st ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The state of Andhra Pradesh was formed after prolonged popular agitation led by Gandhian Potti Sriramalu. ഗാന്ധിയൻ പോട്ടി ശ്രീരാമലു അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റ് കാരണമാണ് ആന്ധ്ര ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കേണ്ടത്, ആന്ധ്ര പ്രദേശ് അല്ല ശരിക്കും ഫോം ചെയ്തത്, ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഫോം ചെയ്തത്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തിട്ടില്ല, ആന്ധ്രയാണ് ശരിക്കും ഫോം ചെയ്തത്. ആന്ധ്ര സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് ഫ്രം തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ശരിയാണ്. ആന്ധ്ര വാസ് ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ക്രിയേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രയാണ് ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. 1953 അതിനെ ശരിക്കും ക്രിയേറ്റ് ചെയ്തത്. സോ ഇവിടെ നിങ്ങൾ യൂഷ്വലി ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ ആന്ധ്രയും കൺഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻസർ സി ആണ്. 91 ആൻസർ സി ആണ്. 2 and 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ തെറ്റിക്കും. മോസ്റ്റ്ലി തെറ്റിക്കാനുള്ള സ്കോപ്പ് വളരെ ഹൈ ആണ്. ഇനി അടുത്തത് 92nd ക്വസ്റ്റ്യൻ. ഓക്കെ, 92nd ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയാണ്. ദ കമ്മീഷൻ ക്യാൻ എൻക്വയർ ഇൻ ടു വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഓൺലി സബ്ജക്ട്സ് മെൻഷൻഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് ദ 7th ഷെഡ്യൂളാണ്. ശരിക്കും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് പഠിക്കുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. മൾട്ടി മെമ്പർ ബോഡി വിത്ത് എ ചെയർപേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റ് വരേണ്ട കാര്യമില്ല, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഗവർണർ മതി. ഇനി ചെയർപേഴ്സൺ മെമ്പേഴ്സ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇവിടെ ഒള്ളി സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺകറൻറ്റും കൂടി ഉള്ളത് കൊണ്ട് അത് റോങ് ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. Moving on to the 93rd question. 93rd question. Assam, Odisha, Hyderabad. Which among the above mentioned state was part of the Indian Union in 1950? അപ്പോൾ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആസാമും ഒഡീഷയും ഹൈദരാബാദും ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആസാമിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സൊക്കെ ബൈഫർക്കേറ്റ് ചെയ്തൊക്കെ ബൈഫർക്കേറ്റ് അല്ല, അതിൽ നിന്ന് തന്നെ ഏരിയാസ് കാർവ് ഔട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ചില സ്റ്റേറ്റ്സൊക്കെ വന്നത്. സോ ദ ആൻസർ ഹിയർ ഇസ് ഓൾ 3. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ന്യൂസിലുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഫാക്ട്സ് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. Union Territory of Lakshadweep was created by the State Reorganization Act of 1956.
1956 ലക്ഷദ്വീപ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് 94th question. Okay. 94th question. Consider the following statement with respect to Union Territory of Lakshadweep. Lakshadweep was created by the State Reorganization Act. ശരിയാണ്. It was earlier named as Lakshadweep, Minicoy and Admindivi Islands എന്നാണ് അറിയപ്പെട്ടിരുന്നത്. It was renamed Lakshadweep in 1973. ഇതൊരു ഫാക്റ്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി the island were administered as Part A state before 1956. അതിനെ പാർട്ട് എ സ്റ്റേറ്റ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി മദ്രാസ് സ്റ്റേറ്റ്. മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. പാർട്ട് എ സ്റ്റേറ്റ് എന്നുള്ള കാറ്റഗറിയിലല്ല അത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരുന്നത്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. only one ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ ഇത് ലക്ഷദ്വീപിൻ്റെ കുറച്ച് ബേസിക് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 95th question. The Indian legal system places a significant emphasis on protecting the rights and welfare of children. Juvenile Justice Act 2015 is a vital piece of legislation in this regard. Okay. What is the primary objective of Juvenile Justice Act? Primary എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുക. ഒന്ന്, for providing speedy trial of offences against children. Offences against children എന്ന ഭാഗത്തിലുണ്ട്. Rehabilitate and reintegrate children in conflict with law. റിമൂവ് ഓൾ ഫോംസ് ഓഫ് വയലൻസ് അഗൻസ്റ്റ് ചിൽഡ്രൻ. വയലൻസിനെ പണിഷബിൾ ആയി പറയുന്നുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ടു ഇൻക്രീസ് ദ ഏജ് ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കുറച്ചും കൂടി താഴേക്കാണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. 16 to 18 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികൾ സീരിയസ് ആൻഡ് ഹീനിയസ് ക്രൈംസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അഡൽട്ടായിട്ട് ട്രീറ്റ് ചെയ്യും ഓൺ ദി ബേസിസ് ഓഫ് റിപ്പോർട്ട് ബൈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ഏകദേശം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ബോക്സാണ്, അതായത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദി ലോയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ആൻസർ ബോക്സ് ആയിട്ട് എടുക്കാം. മൂവിങ് ഓൺ ടു ദി 96th question. Consider the following statement. President of India appoints the Chief Justice of India on the basis of recommendation of collegium. See, President of India, Chief Justice of India appoint ചെയ്യുന്നത് കൊളീജിയം റെക്കമെൻഡേഷൻ്റെ ബേസിസിലല്ല, റാദർ സീനിയർ ജഡ്ജിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ ജഡ്ജസ് കേസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് മേ ബി എൻലാർജ്ഡ് ബൈ ദ പാർലമെൻറ്റ്. ചെയ്യാം, കുഴപ്പമില്ല, വേറെ ആരും ചെയ്യുക. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് എ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്വന്തം ജഡ്ജ്മെൻറ്റ് തന്നെ റിവ്യൂ ചെയ്യാനുള്ള പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്? സുപ്രീം കോർട്ടിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. മൂവിങ് ഓൺ ടു ദി 97th question. ചോദിക്കുന്നത് ഏതാണ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 370 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോട്ട് ബീൻ റീപീൽഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 370 കംപ്ലീറ്റ്ലി റീപീൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ചില ഭാഗങ്ങളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റീപീൽ ചെയ്തിട്ടുള്ളത്. Okay. The Article 370 of the Constitution is no more a part of the Constitution of India എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ആർട്ടിക്കിൾ 370 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെടുത്ത് കളഞ്ഞിട്ടില്ല. അതിൻ്റെ ചില പ്രൊവിഷൻസ് നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റസ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഡൽഹി. ഡൽഹിക്ക് സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റാറ്റസ് അല്ല എന്തിന് കൊടുത്തിട്ടുള്ളത്? ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. ഇനി ആർട്ടിക്കിൾ 98th question. In the context of Supreme Court as a court of record, consider the following statement. The record of the Supreme Court being a court of record has evidentiary value and cannot be questioned when produced before any court. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. The power to punish for contempt of court extends to the actions that scandalize or lower the authority of Supreme Court itself. ശരിയാണ്. Contempt of court provisions അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Civil contempt includes the innocent publication and distribution of a matter that criticizes the court. അത് വരില്ല.
സിവിൽ കണ്ടംപ്റ്റിൽ ഒരിക്കലും ഇന്നസെൻറ്റ് പബ്ലിക്കേഷൻ ഒന്നും വരില്ല, അത് സ്കാൻഡലൈസ് ചെയ്യുമ്പോഴാണ് അത് വരുന്നത്. സോ 98ൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. മൂവിങ് ഓൺ ടു ദി 99th question. Consider the following statement with respect to Central Vigilance Commission. It was recommended by the Sandhanam Committee report. ശരിയാണ്, CBIയും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും റെക്കമെൻഡ് ചെയ്ത സന്താനം കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എൻ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ആദ്യം ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനായി വന്ന് പിന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റീസ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് കംപ്ലൈൻറ്റ്സ് മേക്കിംഗ് മോട്ടിവേറ്റഡ് ഓർ വെക്ഷ്യേഷ്യസ് കംപ്ലൈൻറ്റ്സ്. അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള വെക്ഷ്യേഷ്യസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്ത് ചെയ്യാം, ആക്ഷൻസ് എടുക്കാം. സോ ദി 3 statements are correct. The answer is option C. Moving on to the final question. With reference to the 73rd Constitutional Amendment Act, consider the following statement. It is mandatory for all states to have a 3-tier panchayat system. വേണ്ട, എല്ലാ സ്റ്റേറ്റ്സിലും 3-tier പഞ്ചായത്ത് സിസ്റ്റം വേണമെന്നില്ല. അതിൽ സ്റ്റേറ്റ്സ് ഹൂ ഹാവ് എ പോപ്പുലേഷൻ ലെസ് ദാൻ 20 lakh അവിടെ 2-tier ആയാലും കുഴപ്പമില്ല. പ്രൊവിഷൻ ഓഫ് 10th ഷെഡ്യൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദി എലക്ഷൻ ടു ലോക്കൽ ബോഡീസ്. ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനിൽ 10th ഷെഡ്യൂളിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല. 10th ഷെഡ്യൂൾ പ്രധാനമായിട്ടും ഡിഫെക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദി ഡിസ്ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ്. സോ ദ ആൻസർ ഹിയർ ഇസ് ബോക്സ്. ബോക്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞ് നിങ്ങളുടെ പേപ്പറുമായിട്ടൊന്ന് ഇരിക്കുക. എവിടെയൊക്കെയാണ് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയതെന്ന് നോക്കുക. സില്ലി മിസ്റ്റേക്സ് മാക്സിമം എലിമിനേറ്റ് ചെയ്യുക. ഇനി പഠിച്ച ഇൻഫർമേഷനാണോ കുഴപ്പം, ലോജിക് അപ്ലൈ ചെയ്തതാണോ, ചിന്തിച്ചതാണോ, ടൈം മാനേജ്മെൻ്റ് ആണോ, എന്താണെന്നുള്ളതൊരു ഓൺസ് അനാലിസിസ് എടുക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ പ്രിലിമിനറി എക്സാമിനേഷൻ.